Hi, friends. Welcome to yet another episode of Tiki Talka, the podcast. This is me, Hisan. This is my co host, Arshak. Hi. അപ്പോൾ വീണ്ടും വേറെ അടുത്തൊരു പോഡ്കാസ്റ്റ് ആയിട്ട് നമ്മൾ വന്നിരിക്കാം. ഞാൻ ലാസ്റ്റ് ടൈം നമ്മളെ വീഡിയോ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് നീ മറ്റേ ബേസിക്കലി പറയുന്ന പോലെ ഞാൻ കുറെ എന്ന് പറയുന്നുണ്ട്, കുറെ റിപ്പീറ്റഡ്ലി വരുന്നുണ്ട്. ബേസിക്കലി എനിക്ക് എവിടുന്നാ കിട്ടിയെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ കൊണാന്ന് പറഞ്ഞ പോഡ്കാസ്റ്റ് ഉണ്ട്, അതിൽ ഈകള് ഇങ്ങനെ കുറേ പ്രാവശ്യം ബേസിക്കലി പറയുന്നുണ്ട്. എനിക്ക് അടിയിൽ കമന്റ് ടൈപ്പ് ചെയ്യണമെന്നുണ്ട്, ഏത് ബേസിക്കലി കുറേ ഉണ്ട് എന്നുള്ളത്. അത് ഇന്നലെ റക്കീബ് കണ്ടപ്പോഴും പറഞ്ഞു. സാൻഡി ഇല്ലേ, സ്ക്രിപ്റ്റ് റൈറ്റർ ലോകന്റെ ഇന്റർവ്യൂ കണ്ടപ്പോ കൊറേ ബേസിക്കലി പറയുന്നുണ്ട്. അതങ്ങനെ വരും, അത് എന്തെങ്കിലും ടേം ചിലപ്പോ നമ്മള് സംസാരിക്കുമ്പോ അറിയാതെ വരും. നമ്മള് ആ വീഡിയോയിൽ എടുത്തോണ്ട് നമുക്ക് പ്രൂഫ് ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് വെച്ചതെന്നുള്ളൂ. നിങ്ങള് ട്രോളിന് മുമ്പ് ട്രോൾ ചെയ്തതാണ്. അപ്പോ വീണ്ടും വെൽക്കം ബാക്ക്. പിന്നെ ഇതില് താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല, കാരണം 120 hours വാച്ചിങ് ടൈം കഴിഞ്ഞു. ഒരു 120 മണിക്കൂർ ആൾക്കാർ ഇന്നെ അർഷകിനെ കണ്ടിരുന്നെന്ന് പറയുന്നത് വലിയ സംഭവമാണ്. 5 days ഒരാളെ നമ്മളെ മുഖം ഇങ്ങനെ സഹിച്ച് കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ പുതിയ ഒരു എന്താ പറയാ, സ്പോട്ടിഫൈന്റെ വേണമെങ്കിൽ അതെ, അതായത് ഇനി മുഖം കണ്ടിട്ട് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇനിയിപ്പോ ഡ്രൈവ് ചെയ്യുമ്പോഴോ കുക്ക് ചെയ്യുമ്പോഴോ വർക്ക് ചെയ്യുമ്പോഴോ പല ഡിസ്ട്രാക്ഷനും പോകാൻ വേണ്ടിയിട്ട് നമ്മളെ വേണമെങ്കിൽ ഡിസ്ട്രാക്ഷൻ ആയിട്ട് യൂസ് ചെയ്യുക. നമ്മൾ സ്പോട്ടിഫൈയിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് വീഡിയോ മുതൽ അല്ലെങ്കിൽ ഫസ്റ്റ് വീഡിയോ മുതൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ഫസ്റ്റ് വീഡിയോ പറ്റിയില്ല, പക്ഷേ ലാസ്റ്റ് സെക്കൻഡ് ചെയ്ത വീഡിയോ, അതായത് ലോഗനെ കുറിച്ചിട്ട് ചെയ്ത വീഡിയോ സ്പോട്ടിഫൈയിൽ ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പോട്ടിഫൈ താല്പര്യമുള്ള ആൾക്കാർക്ക് സ്പോട്ടിഫൈ ചെക്ക് ഇൻ ചെയ്ത് നോക്കാം, അതിനകത്ത് കേൾക്കാം, അഭിപ്രായങ്ങൾ പറയാം. പല ആൾക്കാരും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, വളരെ മൈന്യൂട്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ വരാണെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്. 4-5 മിനിറ്റിൻ്റെ ഒക്കെ ഓടിയാണ് ആൾക്കാർ അയക്കുന്നത്, ഇങ്ങനെ കാര്യങ്ങൾ നല്ല രസമുണ്ട്, ഇത്ര അടിപൊളിയാക്കണോ, അല്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരുപാട് സജഷൻസ്. ഇപ്പോൾ അർഷക്ക് ഒരു പാർട്ട് ടൈം ടീച്ചറാണ്, അപ്പോൾ അർഷക്കിൻ്റെ സ്റ്റുഡൻസ് ആയാലും ഒക്കെ അർഷക്കിന് മെസ്സേജ് അയക്കുന്നത്, അതുപോലെ എനിക്കും കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നത്. അപ്പൊ അത് തീർന്നിട്ടില്ല, ഫസ്റ്റ് വീഡിയോയിൽ തീരുന്നു വിചാരിച്ച സാധനം പിന്നെ നമ്മൾക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തോണ്ട് ഇപ്പൊ സ്പോട്ടിഫൈന്റെ നീ പറഞ്ഞപ്പോ ഒരാള് സ്പോട്ടിഫൈയില് അപ്പൊ എന്നാ പറഞ്ഞു, നിങ്ങൾ സ്പോട്ടിഫൈ തുടങ്ങിയത് നന്നായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അതാവുമ്പോ ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വെറുതെ കേൾക്കാലോ എന്താന്നുള്ളത്. അപ്പോ അത് നീ പറഞ്ഞ സെയിം സാധനം എനിക്ക് ഒരു റിപ്ലൈ ആയിട്ട് വന്ന്, അങ്ങനെ കണ്ടിട്ട് കംപ്ലീറ്റഡ് എന്നാണ് ടിക്കറ്റ് ഉള്ള സാധനം എനിക്ക് അയച്ചത്. അപ്പൊ അത് കണ്ടപ്പോ പിന്നെ സന്തോഷം. ഞാൻ വിചാരിച്ചു സ്പോട്ടിഫൈയിൽ ആരും കാണൂല, നമ്മൾ യൂട്യൂബിൽ കാണുന്ന മാതിരി സ്പോട്ടിഫൈയിൽ ആരും കേൾക്കൂല എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ സ്പോട്ടിഫൈ എടുത്ത് നോക്കിയപ്പോൾ 15-16 ആൾക്കാർ ഓൾറെഡി പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വൺ ഡേ, ഒരു ദിവസത്തിനുള്ളിൽ. അപ്പൊ ആൾക്കാർ സ്പോട്ടിഫൈയിലും കേൾക്കുന്നുണ്ട്. സ്പോട്ടിഫൈയില് സ്പോട്ടിഫൈ അങ്ങനെ പോഡ്കാസ്റ്റ് ആരും യൂസ് ചെയ്യുന്നില്ല. ഒന്നാമത് സ്പോട്ടിഫൈയിൽ അങ്ങനെ ഇൻകം ജനറേറ്റ് ഇന്ത്യയിൽ ഇല്ല തോന്നുന്നു. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഇന്ത്യയിലില്ല, ഇന്ത്യയിൽ വന്നിട്ടില്ല. പുറത്തുള്ള കൺട്രീസിലൊക്കെ സ്പോട്ടിഫൈയിലും ഇൻകം ജനറേറ്റ് ആവും. അതെ, സ്പോട്ടിഫൈ ആ ഒരു കൾച്ചർ. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരും കുറെ ഏറ്റവും കൂടുതൽ നമുക്ക് വന്നിട്ടുള്ള സജഷനാണ് ഡ്യൂറേഷൻ എങ്ങനെയും കുറയ്ക്കുക എന്നുള്ളത്. ഡ്യൂറേഷൻ എല്ലാവരും പറയുന്ന കാര്യമാണ്, ഡ്യൂറേഷൻ കുറയ്ക്കുക. കാരണം 45 minutes ഇസ് ടു മച്ച്. ഫസ്റ്റ് വീഡിയോ എനിക്ക് തോന്നുന്നു 52 minutes അങ്ങനെ എന്തോ ഉണ്ടായി തോന്നുന്നു. അപ്പോൾ അത് ടു മച്ച് ആണ്, അത് ഭയങ്കര ഡ്രാഗിങ് ആണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ സ്പോട്ടിഫൈ ഓപ്റ്റ് ചെയ്യുക. കേൾക്കണം താല്പര്യമുള്ള ആൾക്കാർ കേട്ടോ, ആരും ഫോഴ്സ് ചെയ്യല്ല. കേൾക്കണം താല്പര്യമുള്ള ആൾക്കാർ സ്പോട്ടിഫൈ ഓപ്റ്റ് ചെയ്യുക. കാരണം ഒന്നാമത് ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ജനറലി ആൾക്കാർ ഇപ്പോൾ യൂട്യൂബ് കാണൽ, എന്തെങ്കിലും മൂവീസ് കാണാൻ വേറെ സെഗ്മെന്റ്, അതല്ലാതെ റിവ്യൂസ് കാണാൻ, വ്ളോഗ് കാണാൻ. അപ്പൊ അതൊക്കെ ജനറലായിട്ട് 15 മിനിറ്റ് 20 മിനിറ്റ് മാക്സിമം അത്ര ഡ്യൂറേഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ ആൾക്കാർക്ക് പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ അത്ര വലിയ എന്റർടൈനിങ് കണ്ടന്റ്സ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. രണ്ടാളും അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ എൻഗേജ് ആക്കുന്ന കണ്ടന്റ്സും ചെയ്തിട്ടില്ല. അപ്പൊ 45 minutes ടു മച്ച് തന്നെയാണ്. നിങ്ങളെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ചിന്തിക്കുമ്പോൾ അത് ടു മച്ച് ആണ്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മള് എന്തെങ്കിലുമൊക്കെ വിഷയം കിട്ടി അങ്ങനെ സംസാരിച്ച് പോകുന്ന കണക്ട് അതെ, പിന്നെ ടോപ്പിക്കിൽ മാത്രം നിൽക്കണം. അതെ, അപ്പൊ അത് ആ ടോപ്പിക്കിലേക്ക് കടക്കാൻ തന്നെ ഒരു 10 മിനിറ്റ് എടുക്കും ചിലപ്പോൾ. അത് കഴിഞ്ഞ ഒരു കൺക്ലൂഷനിൽ എത്താനും ടൈം എടുക്കും. അപ്പൊ അത് ഒരു 30 minutes അല്ലെങ്കിൽ 20 minutes അത് തീർക്കാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അല്ലെങ്കിൽ പിന്നെ പാട്ടാക്കിയിട്ടിടണം. പക്ഷെ അത് അതിന്റെ ആവശ്യമില്ല.
ഞാൻ പറഞ്ഞില്ല അത്ര എൻഗേജിങ് കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പാട്ടായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. നിങ്ങൾ ആദ്യം ഒരു 30 മിനിറ്റ് കാണാം, എന്നിട്ട് എടുത്ത് ബാക്കി പിന്നെ കാണാം. യൂട്യൂബിൽ കണ്ടിന്യൂ വാച്ചിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാലോ. അപ്പോൾ ഡ്യൂറേഷന്റെ കാരണം കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരോട് റിപ്ലൈ ചെയ്തിട്ടില്ല നമ്മള്. അപ്പൊ അത് വീഡിയോയിലൂടെ തന്നെ പറയാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇതില് പറയാൻ തീരുമാനിച്ചത്. അങ്ങനെ നമ്മള് ഇതിപ്പോ തേർഡ് എപ്പിസോഡാണ്. ഇനിയും കുറെ പോകാനുണ്ട്. ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമാണ്. അതെ. അപ്പോൾ ആ ഒരു ഋതത്തിൽ എത്തി വരുന്നുള്ളൂ നമ്മൾ എത്ര ഡ്യൂറേഷനിൽ ചെയ്യുക അല്ലെങ്കിൽ എത്ര ഇന്റർവെല്ലിൽ ചെയ്യാന്നൊക്കെ. അത് ഇപ്പോഴും ഒരു കൺഫർമേഷൻ നമുക്ക് തരാൻ പറ്റില്ല. കാരണം എഡിറ്റിംഗ് ഒക്കെ അത്രയും ടൈം എടുത്തിട്ട് ചെയ്യുന്ന പ്രോസസ്സാണെന്ന് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രം മനസ്സിലാവുന്നത്. അതെ, മാക്സിമം വീക്ക്ലി ഒന്നെങ്കിലും ചെയ്യാന്നുള്ള ഒരു ഇതിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ കൺക്ലൂഷനിൽ. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾക്ക് രണ്ടുപേർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വെച്ചാൽ നമ്മൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങാന്ന് വിചാരിക്കുന്ന തന്നെ ആ ഒരു ടോപ്പിക്ക് മാത്രം മതി എന്നുള്ള ഒരു ഇതിൽ തുടങ്ങാന്ന് വിചാരിച്ച ഒരു പോഡ്കാസ്റ്റ് ആണ്. അപ്പൊ അതാണ് ഇന്നത്തെ ടോപ്പിക്. എന്തായാലും എല്ലാവരും തമ്മിലൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് തന്നെയാണ്. അപ്പോൾ ഇന്ന് തുടങ്ങാണ്. ഇന്നത്തെ ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് തുടങ്ങാണ്. പക്ഷെ ഇത് എഡിറ്റ് ചെയ്തിട്ട് എപ്പോഴും അപ്ലോഡ് ചെയ്യാൻ പറ്റാന്ന് അറിയില്ല. അപ്പോൾ ലേറ്റാണ് ആക്ച്വലി. ഞാനും സ്ഥലത്തില്ലായിരുന്നു. പിന്നെ 1-2 കമ്മിറ്റ്മെന്റ്സ് ഹർഷിക്കനും എനിക്കൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ഡിലേ വന്നതാണ്. അപ്പൊ ഇന്ന് ആക്ച്വലി തുടങ്ങാണ് ചാമ്പ്യൻസ് ലീഗ് നൈറ്റ്. ഞാന് ആദ്യം തന്നെ എന്താ മോസ്റ്റ് ഇൻട്രസ്റ്റഡ് ഈ ചാമ്പ്യൻസ് ലീഗിന്റെ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് എന്റെ മൈൻഡിൽ വരുന്നത് എന്താ? സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ലാസ്റ്റ് 2 ദിവസം മുന്നേ ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ കൊടൈക്കനാലായിരുന്നു. അപ്പോൾ അതിനോട് ചോദിച്ച് ലാസ്റ്റ് സീസണിലെ ചാമ്പ്യൻസ് ലീഗിൽ നമുക്ക് 10-on-10 കൊടുക്കാൻ പറ്റുന്ന ഒരു ഗെയിം ഏതാന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് സ്പ്ലിറ്റ് സെക്കൻഡിൽ അതിന്റെ മൈൻഡിലേക്ക് വന്ന് ഇന്റർ വേഴ്സസ് ബാർസ മാച്ച് സെക്കൻഡിലേക്ക് അത് എനിക്ക് വന്ന്. അപ്പൊ ഞാൻ ബാർസ ഫാൻ ആയതുകൊണ്ട് ചിലപ്പോ ആയിരിക്കാം, പറയാൻ പറ്റില്ല. കാരണം എല്ലാ മാച്ചസും ഞാൻ കണ്ടിട്ടില്ല. മോസ്റ്റ്ലി ബാർസന്റെ മാച്ചസാ കണ്ടത്. അതെ. പക്ഷെ ഞാൻ ഓനോട് ചോദിച്ചപ്പോ അതും പറഞ്ഞത് തന്നെയാണ്. അതായത് ആ സെയിം മാച്ച് അതൊരു വല്ലാത്ത മാച്ച് ആയിരുന്നു പറഞ്ഞത്. അതെ, രണ്ട് ടീമിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എടുത്ത് അത് ഒരു അത്രയും നല്ലൊരു സെമി ഫൈനൽ കഴിഞ്ഞിട്ട് ഫൈനൽ കിട്ടിയത് വളരെ ഒരു മോശം ഫൈനലായിരുന്നു. ഭയങ്കര PSG-ന്റെ അത്രയും ഡോമിനേഷൻ. കാരണം ബാർസ ഫാൻസ് അല്ലാത്ത ആൾക്കാർ വരെ പറയുന്നത് അത് ബാർസ ആടുന്നെങ്കിൽ മാച്ച് കുറച്ചും കൂടെ കോമ്പറ്റീറ്റീവ്, ജയിക്കുന്ന തോക്കുന്ന ആരാന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മാച്ച് കുറച്ചും കൂടെ കോമ്പറ്റീറ്റീവ് ആയിരുന്നു. ഇത് PSG-ന് ഭയങ്കര ഒരു ഈസി വാക്കായിരുന്നു. ഭയങ്കര വളരെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർ നമ്മളെ കൂടെ വെച്ച കളി ബാർസന്റെ കൂടെ കളിച്ച കളി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു 1 or 2 ഗോൾസ് ആ ഒരു മാർജിനിലൊക്കെ ആയിരിക്കും ജയിക്കാന്നാ. പക്ഷെ എൻ്റെ അതിൽ ഫസ്റ്റിൽ മുതൽ തന്നെ PSG അങ്ങോട്ട് അത് പക്കാ കൈകാര്യം. PSG അത്ര ഡോമിനേറ്റ്, അതായത് ലീഗ് 1 കളിക്കുന്ന അതേ അത്ര ലാഘവത്തോടെ കളിച്ച് ഈസി ആയിട്ട് അപ്പൊ ഫസ്റ്റ് ചോദിച്ചപ്പോ ഫസ്റ്റ് എനിക്ക് ഓർമ്മ വരുന്നത് ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞാൽ ബാർസന്റെ അത്രയും എന്താ പറയാ മിഞ്ഞാമാലിലൊക്കെ പെർഫോമൻസ് അത്രയും കണ്ടല്ലോ. അതിന്റെ എനിക്കും ആകെ കഴിഞ്ഞ വർഷത്തെ ഗെയിംസ് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും റിമെമ്പറിംഗ് ആയിട്ടുള്ള ഗെയിം അതന്നെ. അതിന് ഒരു റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ തീരെ എക്സ്പെക്ട് ചെയ്യാതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻസി ഫ്ലിക്ക് വന്നു, ഓക്കെ. പക്ഷെ നമ്മുടെ ബെഞ്ചോ ആണെങ്കിലും അല്ലെങ്കിലും ടീമാണെങ്കിലും ആ ഒരു ഫസ്റ്റ് ടൈം നമുക്ക് അത്ര പ്രതീക്ഷ ഇല്ലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ എവിടെയെങ്കിലും എത്തും എന്നൊക്കെയുള്ള പ്രതീക്ഷയായി. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു മോസ്റ്റ് റിമെമ്പറിങ് ഗെയിം അത് തന്നെ ആയിരിക്കും. അതെ, എനിക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റൊമോണ്ടാഡാണ്. എനിക്ക് എപ്പോഴും ആ ഒരു ചാമ്പ്യൻസ് ലീഗിലെ അതെ ഭയങ്കര ഒരു കാരണം ഞാൻ ലാസ്റ്റ് സീസണിൽ തന്നെ നമ്മള് ബെൻഫിക്കന്റെ കൂടെ അതേമാതിരി ലാസ്റ്റ് മിനിറ്റ് ഗോൾ 96th മിനിറ്റില് റാഫിഞ്ഞ ഗോൾ അടിച്ചിട്ട് ഓൾറെഡി റെമണ്ടാഡ വന്നിട്ടുണ്ട്. റെമണ്ടാഡ എന്ന് പറഞ്ഞാൽ ടേം അപ്പ് എല്ലാവരിലും എത്തി. ഇത് ആ ഗെയിം ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് ഞാൻ ലൈവായിട്ട് കണ്ട ഗെയിമാണ്. അപ്പൊ ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതേപോലെ കുറെ ഉണ്ട് കേട്ടോ. അപ്പൊ യുണൈറ്റഡ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഭയങ്കര രോമാഞ്ച്. യുണൈറ്റഡിന്റെ കംബാക്ക് ഉണ്ടായിരുന്നല്ലോ PSG-ന്റെ കൂടെ. അതെ, PSG യുണൈറ്റഡിലെ ഇമ്പോർട്ടന്റ് പ്ലേസ് ഒന്നും ഇറങ്ങിയില്ല, ബട്ട് സ്റ്റിൽ ദേ വോൺ. അങ്ങനത്തെ മൂവ്മെന്റ്സ് ഒരു ഭയങ്കര ഒരു ഒന്നാമത് ഞാൻ പറഞ്ഞു കറക്റ്റ് ആ ഗൂസ് ബംസ് വരുത്തുന്ന മൂവ്മെന്റ്സ് ആണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ സങ്കടമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒന്നാമത് നീ പറഞ്ഞ പോലെ ആരും അങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല. ബാർസ സ്റ്റാർട്ടിങ്ങില് ബിഗിനിങ്ങിലാ പറയുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് ഹോപ്പ് വരും. കാരണം ലീഗിലാണെങ്കിലും ജയിക്കുന്ന കളിയൊക്കെ 5-0 4-0 അത്ര ഡോമിനേറ്റ് ചെയ്തിട്ട് പിന്നെ ബാർസന്റെ ബാക്ക് ലൈൻ ആ ഒരു എന്താ പറയാ ഓഫ് സൈഡ് ട്രാപ്പ്
എല്ലാം ഹൈലൈൻ കളിച്ചിട്ടുള്ള ഒന്നാമത് ആൻസിഫിൽക്കിന്റെ ഗെയിം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഒഫൻസീവ് ഗെയിമാണ്. ഡിഫൻസീവ് ഗെയിം കളിച്ചിട്ട് ഇപ്പോൾ ബയണിലാണെങ്കിൽ പോലും അങ്ങനെ കളിച്ച് മൂപ്പർക്ക് എക്സ്പീരിയൻസ് ഇല്ല, അങ്ങനെ കളിക്കലില്ല, എക്സ്പീരിയൻസ് ഇല്ല എന്നല്ല, അങ്ങനെ കളിപ്പിക്കലില്ല. ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ അറ്റാക്കേഴ്സിന് പണിയെടുക്കാം, മിഡ്ഫീൽഡേഴ്സിന് പണിയെടുക്കാം. അപ്പോൾ പിന്നെ ബോൾ ക്യാരിങ് പ്ലേയേഴ്സ് ആയ പെഡ്രിയൊക്കെ ഉള്ളപ്പോൾ പിന്നെ അത് ഈസിയാണ്. ആൻസിഫ്ലിക്കിന് പകുതി അത്രയും ഒന്നാമത് ആൻസിഫ്ലിക്കിന് ഏറ്റവും ഗുണം എന്ന് വെച്ചാൽ ലാമാസ എന്ന് പറഞ്ഞ ഒരു അക്കാഡമി ഉള്ളതുകൊണ്ട് അങ്ങനെ അധികം ഇവൻ ലാസ്റ്റ് സീസൺ ആണെങ്കിൽ ആകെ സൈൻ ചെയ്ത ഒൽമോനാണ്, വേറെ അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ബാർസന്റെ അത് മിഡ് സീസണിൽ വന്നതാണ്. അപ്പോൾ സൈൻ ചെയ്യാൻ അങ്ങനെ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ലിമിറ്റേഷൻസ് വളരെ കൂടുതൽ. ഇപ്പോൾ ഈ സീസൺ ആണെങ്കിൽ പോലും സൈൻ ചെയ്യാൻ ഒരുപാട് പൊസിഷനിലേക്ക് ആൾ വേണം. ഇപ്പോൾ പ്രോപ്പർ CB ഇല്ല, ഇനിഗോ മാർട്ടിനസ് പോയി CB ഇല്ല. അപ്പോൾ ആൾക്കാരെ പല സ്ഥലത്തേക്കും വേണം. RB ആയിട്ട് അങ്ങനെ ബാക്കപ്പ് ഒന്നും ഇല്ല. LB ജെറാഡ് മാർട്ടിനസ് ഒക്കെ കളിക്കുന്നത്. അപ്പോൾ ബാൾഡ ഇല്ലാത്തപ്പോൾ ഭയങ്കര വീക്ക്നെസ് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ പൊസിഷനിലേക്ക് പ്ലേയേഴ്സിനെ കിട്ടുന്നില്ല. അപ്പോൾ ലാമാസിയയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ട് ആ ടീം ബിൽഡ് ചെയ്തിട്ട്, അപ്പോൾ അത് ഗുണമാണ്, ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ ദോഷമാണ്. കാരണം എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനം ഒരു ക്രൂഷ്യൽ സാധനം തന്നെയാണ്. ചാമ്പ്യൻസ് ലീഗിന്റെ ഫോർമാറ്റ് ഇപ്പൊ ലാസ്റ്റ് സീസൺ മുതൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഫോർമാറ്റ് ആണ് ആക്ച്വലി. എനിക്ക് സത്യം പറഞ്ഞാൽ ഹോണസ്റ്റ് ആയിട്ട് എനിക്ക് പഴയ ഫോർമാറ്റ് ആയിരുന്നു കുറച്ചും കൂടെ ഇൻട്രസ്റ്റ്. കാരണം കുറച്ചും കൂടെ ഈസിയാണ്. അത് നമ്മൾ എനിക്ക് തന്നെ എപ്പോഴോ എവിടേക്കോ ചർച്ച ചെയ്തൊരു സംഭവമാണ്. അത് എന്തുകൊണ്ടായിരിക്കും ആ ഒരു ഫോർമാറ്റിലേക്ക് വരാൻ കാരണം? സൂപ്പർ ലീഗ് വരാതൊക്കെയാണുള്ള കാരണം. ഒരു 5 കൊല്ലം കൂടെ വൈകി കഴിഞ്ഞാൽ പെരസ് എങ്ങനെയെങ്കിലും പണിയെടുത്തിട്ട് ആ സൂപ്പർ ലീഗ് എങ്ങനെയെങ്കിലും കൊണ്ടുവരാനുള്ള രീതിയിൽ എത്തിക്കും. അപ്പൊ അത് വേണ്ടെന്നുള്ള UEFA എന്ന് പറഞ്ഞ ഒരു മൊണോപ്പൊളിയാണ് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ മൊണോപ്പൊളി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മൊണോപ്പൊളി എപ്പോഴും ബ്രേക്ക് ചെയ്യണം. കാരണം അത് ഭയങ്കര കൺട്രോൾ ഫുൾ ആ ഒരു ഓർഗനൈസേഷനിൽ മാത്രമായി. ഇപ്പോൾ ആ സൂപ്പർ ലീഗ് വരുന്ന സമയത്ത് UEFA പറഞ്ഞ ഒന്നാമത് ഞാൻ എന്ന് പറഞ്ഞാൽ ബിഗ് ഗെയിംസ് എപ്പോഴും വരുമ്പോൾ ലീഗ് ആ ഒരു വളരെ റെയർ ആയിട്ട് വരുമ്പോൾ ആ ഒരു കൗതുകം പോകും. എപ്പോഴും ബിഗ് ഗെയിംസ് വരുമ്പോൾ പുതിയ ഫോർമാറ്റിൽ ഫുൾ ബിഗ് ഗെയിംസ് ആണ്. ഈവൻ ലീഗ് സ്റ്റേജിൽ തന്നെ മറ്റേത് ലീഗിൽ 4 ടീം ഉണ്ടാവുള്ളൂ, അതിനകത്ത് ഒരു ബിഗ് ടീമോ അല്ലെങ്കിൽ 2 ബിഗ് ടീം ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ലീഗിൽ 5 or 6 ബിഗ് ടീംസിന്റെ കൂടെ ഹോം എവേ സ്പ്ലിറ്റ് ആയിട്ട് കളിക്കുകയാണ്. അപ്പൊ അത്രയും എന്റർടൈനിങ് ആയി സത്യം തന്നെ കാണികളെന്ന നിലയിൽ എനിക്ക് തോന്നുമ്പോൾ എന്റർടൈനിങ്. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്ത് UEFA പറഞ്ഞ വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലേയേഴ്സിന് കൂടുതൽ മാച്ചസ് കളിക്കേണ്ടി വരും. പ്ലേയേഴ്സിന്റെ ഫിസിക് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ചാമ്പ്യൻസ് ലീഗ് നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കോച്ചുകൾക്കും അറിയില്ല ഇതെന്താ, അല്ലെങ്കിൽ ടീമിനും അറിയില്ല, ഒരു പുതിയൊരു രീതിയിലായതുകൊണ്ട് അത് കുറേ ആൾക്കാർ അത് അനുഭവിച്ചു ചെയ്തു, നമ്മൾ കണ്ടും ചെയ്തു. കുറേ ടീംസിന് പരിക്കുകളും കാര്യങ്ങളൊക്കെ വരാൻ കാരണം ഇപ്പൊ എൻ്റെ ഒരു UEFA മറ്റേ നേഷൻസ് ലീഗിന്റെ കപ്പ് അതൊക്കെ കുറെയൊക്കെ എനിക്ക് തോന്നുന്നു ആകെ സെമി ഫൈനൽസ് ഒക്കെ ആൾക്കാർ കാണുന്ന മാത്രമല്ല ടീംസും ഇമ്പോർട്ടന്റ് എടുക്കുന്നില്ല. കാരണം ബാക്കപ്പ് പ്ലേയേഴ്സിനൊക്കെ വെച്ച് റിസർവ് പ്ലേയേഴ്സിനൊക്കെ വെച്ചിട്ടാണ് ലീഗ് ഗെയിംസും ഗ്രൂപ്പ് സ്റ്റേജ് ഒക്കെ കളിക്കുന്നത്. അതെ, അപ്പൊ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ ഇത് പ്ലേയേഴ്സിന് ഇത് കൂടുന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ ഇപ്പൊ 8 ഗെയിമാക്കി, 6 ഗെയിമുള്ളത് 8 ഗെയിംസ് ആയി. ഇനിയിപ്പോ 8 ഗെയിംസ് മാത്രമല്ല ആ ലാസ്റ്റത്തെ ഒരു ഇപ്പൊ അങ്ങനെയാണല്ലേ ഫസ്റ്റ് 8 ഡയറക്റ്റ് ക്വാളിഫൈ ചെയ്തിട്ട് പിന്നെ അതിനുശേഷം വേറെ ക്വാളിഫിക്കേഷൻ ഗെയിം അല്ലെങ്കിൽ നോക്കൗട്ട്. അപ്പോൾ ഇത്രയും എമൗണ്ട് ഓഫ് ഇത് കൂടാതെ ഡൊമസ്റ്റിക് ലീഗ്, പിന്നെ അതേപോലെ തന്നെ ഒരു നോർമൽ ലീഗിന്റെ ഗെയിംസ്, ഇന്റർനാഷണൽ ബ്രേക്സിന്റെ സമയത്തുള്ള ഗെയിംസ്. ഇന്റർനാഷണൽ ഒരിക്കലും ഒരു പ്ലെയറിനും കയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഗെയിം ആയിരിക്കും വേൾഡ് കപ്പ് അല്ലെങ്കിൽ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൈനിങ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാവരും ബാക്കപ്പ് സൈൻ ചെയ്യണം. കാരണം ബാക്കപ്പ് സൈൻ ചെയ്യാതെ ഒരിക്കലും നിൽക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത. പക്ഷെ ചെൽസിന്റെ പ്രശ്നം എനിക്ക് കഴിഞ്ഞ വർഷത്തെ ബാർസന്റെ ടീമിന്റെ ഒക്കെ ഒരു ഇതാണ് കിട്ടുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അവരുടെ കോച്ച് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു അറ്റാക്കിംഗ് ഗെയിം കളിക്കുന്നത്, പക്ഷെ ഒരു യങ് ടാലന്റ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ബാർസന്റെയും കഴിഞ്ഞത്തെ പ്രശ്നം അതായിരുന്നു, നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് വളരെ കുറവാണ്. ചെൽസിന്റെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നിയത് ചെൽസിയാണ് വേൾഡിൽ ഏറ്റവും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ടീം. എപ്പോ ഉയരും അല്ലെങ്കിൽ എപ്പോ താവും എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ അത്രയും താഴ്ന്നു നിൽക്കുന്ന സമയത്തായിരിക്കും കയറി അടിക്കുക. അതെ, ചാമ്പ്യൻസ് ലീഗ് ആരും വിചാരിച്ചിട്ടില്ല ചെൽസി ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നത്. കാരണം അത്ര വലിയ പെർഫോമൻസ് ഒന്നും അല്ല. നമ്മളെ ഒരു സെന്റർ ബാക്ക് തിയാഗോ സിൽവ അങ്ങനെ എനിക്ക് തോന്നുന്നു ആ ഒരു എക്സ്പീരിയൻസും. പിന്നെ എന്താണ് ഹാവേർട്സ് വേറൊന്നും വേണ്ട, ഹാവേർട്സ് ആ ഗോൾ അടിച്ചു. അതാ പറയുന്നത് ചെൽസിന്റെ പൊതുവെ അങ്ങനെ തന്നെ. അപ്പോൾ
ഇപ്പൊ ഈ സീസൺ ഇപ്പൊ ക്ലബ് വേൾഡ് കപ്പ് PSG തോപ്പിച്ച്. ആരും വിചാരിച്ചില്ല ചെൽസി അങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്നൊക്കെ. അതാ പറയുന്നത്, ചെൽസി എപ്പോഴും അങ്ങനെ തന്നെ. ഇനിയിപ്പോ അത്ര നല്ല ഫോമിൽ കാണാൻ ചിലപ്പോൾ ഇവിടെ എത്തൂല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ചെൽസി ആണ് ഇപ്പൊ കറന്റ്ലി അത്രയും അൺപ്രഡിക്റ്റബിൾ ആയിട്ട് കളിക്കുന്ന ഒരു ടീം. ചെൽസി അല്ല, ചെൽസി പെർഫോം ചെയ്യുന്ന എനിക്ക് അത്രയും സ്ക്വാഡ് ഡെപ്ത് എല്ലാം ഉണ്ട് പെർഫോം ചെയ്യാൻ. ഇപ്പോൾ ഉള്ള ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ചാമ്പ്യൻസ് ലീഗ് അല്ല, കോമ്പറ്റീഷൻ ഏത് കോമ്പറ്റീഷൻ ആവട്ടെ, ലീഗാണെങ്കിലും നിലനിൽക്കണമെങ്കിൽ അത്യാവശ്യം പ്രോപ്പറായിട്ട് ബാക്കപ്പ് ഉള്ള ടീമിനെ. കാരണം പരിക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ ഒരു പ്ലെയർ ഉണ്ടെങ്കിലേ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, ഇപ്പോൾ ലാസ്റ്റ് സീസൺ നമുക്ക് ബെർണാലിന് പരിക്ക് വന്നപ്പോൾ കസാഡോ ആണ് വന്നത്. അപ്പൊ അതുപോലെ എപ്പോഴും ബാക്കപ്പ് പ്ലേയേഴ്സ്, എല്ലാ പൊസിഷനിലും ബാക്കപ്പ് പ്ലേയേഴ്സ്. അതില് പരിക്കിന്റെ മാത്രം ഗുണമല്ല കേട്ടോ, കോമ്പറ്റീഷനിലെ പ്ലേയേഴ്സ് നല്ല പെർഫോം ചെയ്യുള്ളൂ. അത് വലിയ പൊസിഷൻ, ആ പൊസിഷൻ എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തന്നെ, ഞാൻ തന്നെയാണ് എപ്പോഴും പ്ലേയിങ് ഇലവനിൽ വരാന്ന് പറയുമ്പോൾ ആ പ്ലേയേഴ്സിന്റെ ഹാർഡ് വർക്ക് ഒക്കെ കുറയും. അത് മറ്റാകുമ്പോ കമ്മിറ്റ്മെന്റ് വളരെ കൂടും. അത് തന്നെയാണ് അതിന്റെ ആ ഒരു എയിം. മോർ ദാൻ ഇഞ്ചുറി എന്നൊക്കെ പറഞ്ഞാൽ വളരെ റയർ ആയിട്ട് വരുന്ന കേസാണ്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ടീമിലെപ്പോഴും പാട്ടാവണമെന്നുണ്ടെങ്കിൽ അത്ര ഹാർഡ് വർക്ക് വേണം, ആ ഒരു പ്രഷർ വേണമെന്നുണ്ടെങ്കിൽ ആ പൊസിഷനിൽ എപ്പോഴും ഒരു കോമ്പറ്റീഷൻ വേണം. അതുപോലെ ഇപ്പൊ ഗ്രൂപ്പ് സ്റ്റേജ് ഇപ്പൊ എത്ര ഒരുപാട് ഗ്രൂപ്പ്, അതായത് ഗ്രൂപ്പായിട്ടല്ല, ഇപ്പോ ഓരോ ടീമിന് ഓരോ ഇതാണ്. അതെ, അതും ഹോം കളിച്ച ടീമിന് എഗെയിൻസ്റ്റ് ആയിട്ട് എവേ ഇല്ല. അപ്പം മൊത്തത്തിൽ അതായത് ഒരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഫോർമാറ്റ് ആയിപ്പോ. എങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ? മറ്റേത് എളുപ്പമാണ്, മറ്റെത്ര ഗ്രൂപ്പ്സ് ഉണ്ട്, ആ ഗ്രൂപ്പ്സിൽ ടോപ്പ് 2 ടീംസ് അടുത്ത സ്റ്റേജിലേക്ക് പോകും. ഇപ്പൊ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഫോർമാറ്റ് ആയി സത്യം പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യത്തെ ലീഗ് ഡ്രോവും ഡിഫറെന്റാ. ഒരു ഓട്ടോമാറ്റിക്കായി ടീംസിനാ കൊടുക്കുന്നത്. ഞാൻ ഇവന്റ് കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ അങ്ങനെ ഇവര് ചെയ്യണ എങ്ങനെ വെച്ച് കഴിഞ്ഞാല് കുറെ നൊട്ടേഷൻസ് കൊടുക്കും. ഇപ്പോൾ 2 ടീം തമ്മിൽ സെയിം ഇതിലുള്ള ലീഗുള്ള ടീം വരരുത്, പിന്നെ ഈ ടൈം ഇതാവണ പ്രശ്നം വരരുത്, അങ്ങനെ ഓൾറെഡി സെറ്റ് ഓഫ് റൂൾസ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്തിട്ട് അതങ്ങനെ ആക്കാനുള്ള ഒരു റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടതാ. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ചാമ്പ്യൻസ് ലീഗിന്റെ ഡ്രോ 2ാമത് നടത്തേണ്ട ആവശ്യം. അപ്പം കുറെയൊക്കെ പ്ലാൻഡ് ആയിട്ട് ഇവർ ചെയ്യണം. ഇതിപ്പോ പ്ലാൻഡ് ആണോ അല്ലേ നമുക്കറിയില്ല, ജനറേറ്റ് ചെയ്തത്. കാരണം ഈ പറഞ്ഞ പോലെ ആ സൂപ്പർ ലീഗില് ആ ഒരു സാധനം തന്നെ ചാമ്പ്യൻസ് ലീഗിൽ കൊണ്ടുവരാന്നുള്ള ഉദ്ദേശത്തിലാണ്. വ്യൂവേഴ്സിന് സ്വാഭാവികമായിട്ടും ബിഗ് ഗെയിംസ് വരുമ്പോൾ വ്യൂവേഴ്സ്, ഇപ്പോൾ നമ്മളാണെങ്കിലും 2 ചെറിയ ടീമിന്റെ നമ്മൾ കളി കാണൂല. പക്ഷെ ബിഗ് ഗെയിംസ് ആകുമ്പോൾ ഞാൻ തന്നെ ഇവിടെ അല്ലാത്ത പാലക്കാടാണ് സമയത്ത് ഞാൻ ചിലപ്പോൾ ഒരു സ്ക്രീനിൽ വേറെ ഏതെങ്കിലും കളി വെക്കും. എന്നിട്ട് നമ്മളെ ഇഷ്ടമുള്ള കളി നമ്മൾ കാണും, അതിന്റെ കൂടെ നമ്മൾ ചിലപ്പോ അപ്പോ അങ്ങനെ അപ്പോൾ ഓരോ ഉദ്ദേശം തന്നെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ വ്യൂവേഴ്സ് കൂടുതൽ കിട്ടുക, കൂടുതൽ എമൗണ്ട് ഓഫ് മണി വരുത്താൻ ജനറേറ്റ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ചേഞ്ച് ഇപ്രാവശ്യം എക്സ്ട്രാ വരുത്തി ഇവര് ചാമ്പ്യൻസ് ലീഗിൽ. കാരണം കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു. കാരണം ടോപ്പ് 8 ടീമിൽ എത്തിയ ആൾക്കാർക്ക് ഡയറക്റ്റ് ക്വാളിഫൈ ചെയ്ത്, പക്ഷെ അത് റൗണ്ട് ഓഫ് 16 വരുമ്പോൾ അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഒന്നുമില്ല. ടോപ്പ് 8 എത്തിയോണ്ട് ഒരു അഡ്വാൻറ്റേജ് ഇല്ല. കാരണം ഇപ്പോൾ അതെ, അപ്പോൾ ഹോം മാച്ച് നമുക്ക് അധികം ഫസ്റ്റ് ഹോം മാച്ച് വരും, എവേ മാച്ച് ആക്കി സെക്കൻഡ് വരാം. അപ്പൊ ഈ പ്രാവശ്യം മുതൽ ചാമ്പ്യൻസ് ലീഗിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടോപ്പ് 8 എത്തുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് എവേ ആയിരിക്കും. അത് ശരിക്കും ഭയങ്കര അഡ്വാൻറ്റേജ്. കാരണം ഗോൾ അഡ്വാൻറ്റേജസ് ഒക്കെ ഇപ്പൊ മാറ്റിയല്ലോ, ഹോം എവേ അത് മാറ്റിയിട്ട് ഇങ്ങനെ ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തോറ്റ് നിൽക്കുകയാണെങ്കിലും നമ്മുടെ ഹോമിൽ ഒരു അഡ്വാൻറ്റേജ് വേണമല്ലോ. കാരണം ടോപ്പ് 8 എത്തി എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ വലിയ ഇപ്പോൾ സാന്റിയാഗോ പറഞ്ഞപ്പോൾ ക്യാമ്പ് നൗ അല്ലെങ്കിൽ നമ്മുടെ ആൻഫീൽഡ് ഇവിടെ നിന്നൊക്കെ കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു, കാരണം ഫുട്ബോളിൽ കാണികൾക്ക് ഭയങ്കര വലിയ റോളുണ്ട്. ആ ഒരു ഇപ്പൊ നമ്മള് ഫുട്ബോൾ കളിക്കുമ്പോൾ അപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇപ്പോ പുറത്തത്തെ ആൾക്കാരെ നിന്ന് കളിക്കുമ്പോൾ നമുക്കൊരു അപ്പോ അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. ഒപ്പോണൻസിനെ സംബന്ധിച്ചിട്ട് അത് ഭയങ്കര വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ തോറ്റിക്കുമ്പോഴൊക്കെ അപ്പോൾ അത് ശരിക്കും നന്നായി. കാരണം ഒരു ടോപ്പ് 8 എത്തിയത് കൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് ഓഫ് 16 ഒക്കെ അതൊരു ഗുണമാണ്, എങ്കിൽ പോലും വേറെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് റൗണ്ട് ഓഫ് 16 കിട്ടാന്ന് പറയുമ്പോൾ അത് വലിയൊരു. അപ്പോൾ അതെനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം കുറെ ആളുകൾ സംസാരിച്ചിട്ടുണ്ടായിരുന്ന പ്രശ്നം. അപ്പോൾ അത് ഒരു ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ റൗണ്ട് ഓഫ് 16 ആ ഒരു ഹോം അഡ്വാൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് നന്നായി കാണാം. പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് എത്രത്തോളം ഈ പറഞ്ഞ സാധനം പ്രാക്ടിക്കൽ ആവുന്നുള്ളത് കണ്ടറിയേണ്ടി വരും. കാരണം ഇപ്പോൾ ബാർസന്റെ കേസിലെടുത്താൽ റീസെന്റ് നമുക്കറിയാം, നമ്മളെ ഹോമിൽ വന്നിട്ട് തന്നെ കുറെയൊക്കെ നമ്മള് അതെ എനിക്ക് തോന്നുന്നു
സ്റ്റാർട്ടിങ് മാച്ച് ക്യാമ്പ് നൗവിലായിരിക്കും. UEFA അപ്രൂവൽ കിട്ടിയെന്ന് പറഞ്ഞു, പക്ഷേ സ്റ്റേഡിയം റിനോവേഷൻസ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതാണ് ഒന്ന്. അപ്പോൾ ആ ഒരു ചേഞ്ച് എനിക്ക് നല്ലൊരു ചേഞ്ച് ആയിട്ട് തോന്നി. പിന്നെ പ്രഡിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ? പ്രഡിക്ഷൻസ് ആരടിക്കുന്നാണ് തോന്നുന്നത്? അല്ല അതിപ്പോ ഞാൻ നമുക്ക് എന്തായാലും ആഗ്രഹം ബാർസയാണ്. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് ഒരുവിധം ഞാൻ ആളുകൾ വീഡിയോസ് കാണുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത് കൂടുതൽ ലിവർപൂൾ. കാരണം എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാല് അത്രയും പ്രോപ്പർ ഇസാക്ക് വെൽ പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്രീമിയർ ലീഗിലെ അടിപൊളിയായിട്ട് സ്ട്രൈക്കറിൽ ആ പൊസിഷനിൽ അത്രയും പ്രൂവ് ചെയ്തൊരു പ്ലെയർ സൈൻ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് നമ്മള് ലിവർപൂളിന്റെ കളി കാണുന്ന സമയത്താണ് ഞാൻ എറ്റിക്കറ്റിനെ കാണുന്നത്. പക്ഷെ ആള് എന്താ പറയാ ഒരു പ്രഷറും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ഗോൾ അടിക്കുന്ന ഒരു രീതിയിലുള്ള കളിയാണ്. അപ്പൊ അത് കണ്ടപ്പോ ഈ പറഞ്ഞ കോമ്പറ്റീഷനാ ഇസാക്കും എറ്റിക്കറ്റും തമ്മിൽ. ഇസാക്ക് നല്ല പെർഫോമൻസിൽ കയറിയിരുന്നോ ചെക്കനിട്ട് കളിക്കാന്. പിന്നെ ഒന്നും വേണ്ട സീസൺ വണ്ടർ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ പോയി. അല്ല ഞാൻ ഇൻക്ലൂഡിങ് മീ, ഞാനൊക്കെ ഫസ്റ്റ് സീസൺ കഴിഞ്ഞപ്പോ വൺ സീസൺ വണ്ടർ തീരും. ഏറ്റവും കോമഡി എന്താ വെച്ച് കഴിഞ്ഞാല് സലന്റെ പൊതുവെ നമ്മള് ഒരു പ്രോഗ്രസ് നോക്കി കഴിഞ്ഞാൽ കാണാം ലീഗിന്റെ ഫസ്റ്റ് ഒക്കെ അങ്ങനെ വലിയ എപ്പോഴും ആൾക്കാർ എപ്പോഴൊക്കെ സല എഴുതി തള്ളാൻ തുടങ്ങും അപ്പോഴേ സല മുകളിലേക്ക് പോകും. അത് ഭയങ്കര ഇപ്പൊ ഈ സീസൺ അങ്ങനെ കാര്യമായിട്ടൊന്നും സല കാണിച്ചിട്ടില്ല. പക്ഷെ അതെന്തായാലും തിരുത്തി പറയിപ്പിക്കും. കാരണം അത് പ്രൂവൺ ആണ്. ഇനിയിപ്പോ ഒരു സീസൺ ഇപ്പൊ ഫോം ആയില്ലെങ്കിലും സലന്റെ കാര്യത്തിൽ ഇനിയിപ്പോ ആർക്ക് ഡൗട്ട് ഒന്നുമില്ല. പ്രൂവൺ ടാലന്റ് ആണ്. അത്ര ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. ഇനിയിപ്പോ ഫോം അല്ലെങ്കിലും ടീമിൽ ഫസ്റ്റ് ലെവലിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു പ്ലെയർ ആണ്. അപ്പൊ സല ആ വൺ സീസൺ വണ്ടറൊന്നും 6, 7, 8 പല ടീംസ് നോക്കുന്ന ലിവർപൂൾ വിട്ടു കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം സലാനോട് ചോദിച്ച സമയത്ത് സല പറഞ്ഞു എനിക്ക് കോൺട്രാക്ട്, അതുകൊണ്ടാണ് ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്യാത്തത് പറഞ്ഞു കഴിഞ്ഞ് അടുത്ത കോൺട്രാക്ട് കൊടുത്ത്. അല്ല സലക്കൊക്കെ കോൺട്രാക്ട് കൊടുത്തില്ല പിന്നെ വേറെ ആക്കി കോൺട്രാക്ട് കൊടുക്കാൻ അത്രയും നല്ലോണം കഴിഞ്ഞ സീസൺ ഏജ് ഡസ് നോട്ട് മാറ്റർ എന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ കൊടുക്കാതിരിക്കാൻ നേരം നിവർത്തിയില്ല. പിന്നെ എനിക്ക് തന്നെ വിഡ്സോ അപ്പം എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് കാണിക്കാനുള്ള ഒരു വേദിയാണ് ശരിക്കും പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് പ്ലെയേഴ്സ് ഒരു വലിയൊരു എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് ഒരു ക്ലബ്ബിൽ വരുമ്പോൾ ഓർക്കും അതിന്റെ ഒരു പ്രഷർ ഉണ്ടാവും. അപ്പോൾ ഓർക്കും അത് കാഴ്ച വെക്കാൻ അല്ലെങ്കിൽ ഒരു പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു വേദിയാണ് ചാമ്പ്യൻസ് ലീഗ്. അപ്പോൾ ഏതൊരു ലീഗ് എടുത്താലും ചാമ്പ്യൻസ് ലീഗ് അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ തന്നെ ഒരു എനർജിയും വേറെ തന്നെ പവറാണ്. അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ ലിവർപൂൾ പറയാം. കാരണം ഓരോ സൈനിങ്സ് ഒക്കെ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള പ്രോപ്പർ സൈനിങ്സാണ്. അപ്പോൾ അത് ഓരോ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും തോന്നണേ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ലിവർപൂളാണ് ഒരു ഫേവറേറ്റ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ കണ്ടന്റേഴ്സ് ലിവർപൂളായിട്ട് തോന്നുന്നത്. പിന്നെ PSG വേണമെങ്കിൽ പറയാം. പക്ഷേ PSG ഞാൻ പറയാത്തതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ആയിരുന്നു. PSG പാത്ത് വേസ് വെരി ടഫ്. നമ്മൾ ഗ്രൂപ്പ് ഇപ്പോൾ പോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ലീഗിൻ്റെ ഫിക്സേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ടഫായിട്ടുള്ള ഗെയിം വരുന്നത് PSG-ക്കാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ടോപ്പ് 8 വന്ന ടീം ഒന്നല്ല PSG. PSG തോന്നുന്നത് 16 or 17th പൊസിഷനിൽ ഗ്രൂപ്പിൽ പോയിന്റ് ഒക്കെ ഡ്രോപ്പ് ചെയ്ത ടീമാണ് PSG. അത് പക്ഷേ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ആരും PSG അവിടെ എത്തും. ഒന്നാമത് PSG-ന്റെ കറന്റ് ഫോമനാണ്. PSG എന്ന് പറഞ്ഞ ടീം ഇതുവരെ ഒരു UCL അടിച്ചിട്ടില്ല. അപ്പോൾ ആൾക്കാർക്ക് PSG പോയാൽ എവിടെ വരെ പോകുന്നുള്ള ഒരു ലിമിറ്റ്. കാരണം നെയ്മറും മെസ്സിയും എല്ലാവരും കളിച്ചിട്ട് വരെ മെസ്സി കളിച്ചിട്ട് എവിടെ എത്തിയില്ല. നെയ്മർ കളിച്ചിട്ട് ഫൈനലെത്തി, എംബാപ്പെ കളിച്ചിട്ട് ഫൈനലെത്തി. അപ്പോൾ ഈ ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയിൽ എന്ന് പറയുന്നത് ആൾക്കാർക്ക് അറിയാം PSG പോയാൽ എവിടെ വരെ പോകുന്നുള്ളതുകൊണ്ട് ആൾക്കാർക്ക് വലിയ ഹോപ്പൊന്നുമില്ല. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഗിയർ മാറി. ഒരു നോക്കൗട്ട് സ്റ്റേജ് കഴിഞ്ഞ് ഒരു ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ് സെക്കൻഡ് ഫേസിലേക്ക് കടന്നപ്പോൾ തന്നെ ആൾക്കാർക്ക് PSG-യിൽ വൻ ഹോപ്പായി. ഡെംബെല്ലെ വൻ ബാലൻഡിയോർ ഷൗട്ട് ഔട്ട്സ് വരാൻ തുടങ്ങി. ബാലൻഡിയോർ അടിക്കാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഡെംബെല്ലെ തന്നെയാണ് എന്തുകൊണ്ടും ഡിസേർവിംഗ് ആയിട്ടുള്ളത്. ടോപ്പ് 3 പക്ഷേ ലെമീനും റഫീഞ്ഞ വന്നാലും കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും അവരെ അടിച്ചു കഴിഞ്ഞാൽ അവർ അൺഡിസേർവിംഗ് ആയിപ്പോ. ഡെംബെല്ലെ തന്നെ അടിക്കണം. കാരണം ഡെംബെല്ലെ ഈ പറഞ്ഞ സ്റ്റാറ്റ്സ് ആണെങ്കിലും അതേപോലെ ട്രോഫീസ് ആണെങ്കിലും ആകെ ഒരു ട്രോഫിയിൽ മിസ്സായിട്ടുള്ളൂ. ക്ലബ് വേൾഡ് കപ്പ് മാത്രമല്ല അടിക്കാത്തുള്ളൂ. പിന്നെ എനിക്ക് കണ്ടന്റർ അത് പറഞ്ഞാൽ ചിലപ്പോൾ ചിരിക്കും. ആർസനലാണ് എനിക്ക് പിന്നെ തോന്നുന്നത്. എനിക്ക് പേഴ്സണലി ആർസനൽ അടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ബാർസ അല്ലാന്നുണ്ടെങ്കിൽ ആർസനൽ അടിക്കണം എന്ന് അത്ര ആഗ്രഹമുള്ള ആളാണ്. ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ പലപ്പോഴും ഒരു വലിയ വേദിയിൽ വരുമ്പോൾ അത് കാണിക്കില്ല. അതാ പ്രശ്നം. പക്ഷെ കഴിഞ്ഞ സീസണ് ഫസ്റ്റ് ലെഗ് റിയൽ മാഡ്രിഡിന്റെ കൂടെയുള്ള കളി അറിയാലോ.
ഡെക്ലൻ റൈസിന്റെ ഫ്രീ കിക്ക് രണ്ട് ഫ്രീ കിക്ക് ഒരു മാച്ചിൽ. ആദ്യത്തെ ഫ്രീ കിക്ക് ഗോളാണ് അർസനലിലുള്ള ആദ്യത്തെ ഫ്രീ കിക്ക് ഗോളാണ്. അത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള കിക്ക്. അപ്പോ ആർസണൽ എന്തുകൊണ്ടും എല്ലാ കൊല്ലവും ഇപ്പൊ 2-3 കൊല്ലമായിട്ട് എന്തായാലും നല്ല ടീമുണ്ട്. സ്ക്വാഡ് ഡെപ്ത് ഇല്ലാത്തതുകൊണ്ട് തോക്കുന്ന ഒന്നല്ല ആർസണൽ. പിന്നെ ആർസണലിന്റെ ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇൻസ്പിറേഷൻ അല്ല. കാരണം ആർസണൽ പോലത്തെ ഒരു ടീം എവിടെ എത്തൂല, ആൾക്കാർ തീർന്നു എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് പിന്നെ എടുത്തിട്ട് ടൈം എടുത്ത് റീബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് സൈനിങ്സ് വന്ന് ടൈറ്റിൽസ് ഒന്നും അടിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ സെക്കൻഡും ഫസ്റ്റിന് വരെ കണ്ടന്റേഴ്സ് തന്നെ. പ്രീമിയർ ലീഗിലൊക്കെ ജസ്റ്റ് നൂലില് തോറ്റു എന്നുള്ളതല്ലാതെ ബോട്ട്ലെസ് എന്ന് പറഞ്ഞ പേരുണ്ട്. ബോട്ട്ലെസ് ഉള്ള പേരുണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷേ അത് പെപ്പിന്റെ ഒരു കഴിവും കൂടെ, പെപ്പും അതേപോലെ തന്നെ ക്ലോപ്പും രണ്ടാളും അത്രയും. പിന്നെ ഫാൻസിനും അത്രയും ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് കേട്ടോ ആർസണലിലെ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടു. അതായത് ഒരാൾ മൈക്കായിട്ട് ഇങ്ങനെ പോവാണ്, ഫാൻസിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ് നെക്സ്റ്റ് സീസൺ പ്രീമിയർ ലീഗ് അടിക്കണോ സാക്കനെ ടീമിൽ നിർത്തണോ. അപ്പോൾ ചില ആൾക്കാർ ഒരു സെക്കൻഡ് ആലോചിച്ചിട്ട് പറയാണ് പ്രീമിയർ ലീഗ് നമുക്ക് ഇനി എല്ലാ സീസണും എടുക്കാമല്ലോ, പക്ഷെ സാക്ക അത് ഇനി ഒരിക്കലും വരില്ല. സാക്ക എന്ന് പറഞ്ഞ പ്ലെയർ അത്ര. അതെ, അപ്പോൾ കുറെ ആൾക്കാർ ആലോചിക്കാതെ തന്നെ പറയുന്നത് സാക്ക വിത്തൗട്ട് എനി ഡൗട്ട് സാക്ക പ്രീമിയർ ലീഗ് വേണ്ട, കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതാണ് എന്താ പറയുക, ഈ ഗെയിം മോർ ദാൻ ടൈറ്റിൽസ് ആണെന്ന് പറയുന്നതിൻ്റെ ഒക്കെ ഒരു പ്രൂഫ് അതാണ്. അതായത് ചില ആൾക്കാർ ഇത്ര ട്രോഫി ഉണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അത് ഇന്ന ട്രോഫിൻ്റെ അവർ എല്ലാ ട്രോഫീസ് ഇമ്പോർട്ടൻ്റ് ആണ്, ടീം കളിക്കുന്ന ട്രോഫിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ ഫാൻസിന് ചിലപ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ ബിഗ് ടീംസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രോഫീസ് അടിച്ചുകൊണ്ടിരിക്കും. അല്ലാത്ത ടീംസ് ഉണ്ടാവും ട്രോഫീസ് ഒന്നും അടിക്കാൻ പറ്റാതെ അത്രയും ഫാൻസ്. ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് കുറച്ച് അത്ലറ്റിക്കോ പിന്നെയും കുഴപ്പമില്ല, കാരണം ലാലിഗയിൽ കോമ്പറ്റീഷൻ വളരെ കുറവാണല്ലോ. അപ്പോൾ ഈ ന്യൂ കാസിൽ പോലത്തെ ടീം അല്ലെങ്കിൽ ന്യൂ കാസിൽ പഠിച്ച് അതേപോലെ ക്രിസ്റ്റൽ പാലസ് അങ്ങനത്തെ ടീമിനും ഫാൻസ് ഉണ്ടല്ലോ. ഫാൻ ബേസ് എല്ലാ ടീമിനും ഫാൻസ് ഉണ്ടല്ലോ. ന്യൂ കാസിലിന്റെ ഒക്കെ എനിക്ക് തോന്നുന്നത് സൗദി ഇൻവെസ്റ്റ്മെന്റ് വന്നതിന് ശേഷം ഗ്രോ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതിന് ആ സമയത്ത് ഞാൻ ഇപ്പോൾ കുറേ നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ കാണാം കുറേ കാലങ്ങളായിട്ട് ന്യൂ കാസിലിനെ. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പറയാം, നമ്മളെ ക്രിസ്റ്റൽ പാലസിൻ്റെ ഞാൻ ഇതേപോലത്തെ ഒരു വീഡിയോ ഉണ്ട്. അതിൽ ഞാൻ പറയുന്നത് വെച്ചാൽ എൻ്റെ അച്ഛൻ മുതൽ ക്രിസ്റ്റൽ പാലസിൻ്റെ ഫാനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എസെ ഇപ്പോൾ അർസനലിലേക്ക് പോയി. അപ്പോൾ ഇപ്പം പറയണതെന്ന് വെച്ചാൽ എസനോട് എന്താ സ്വാഭാവികമായിട്ട് ചില ഫാൻസിന് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മെയിൻ പ്ലെയർ പോകുമ്പോൾ ഓരോട് വെറുപ്പായിരിക്കും, ഇത് ഇവൻ എന്തിനാ പോയത് ചെങ്ങായി ഭയങ്കര ഒരു. അപ്പോൾ ഇപ്പം പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് കാണാൻ കഴിയാത്തതാണ് ക്രിസ്റ്റൽ പാലസ് ഒരു കപ്പടിച്ചത്. അതെനിക്ക് കാണിച്ചു തന്നെ എസെ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയറാ. അവൻ പോണേൽ നമുക്ക് സങ്കടം ഉണ്ട്, പക്ഷെ അവന്റെ കരിയർ അവിടെ പോയിട്ട് നന്നാവണം എന്നാണ് അവൻ പറയണേ. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ ഇപ്പൊ ക്രിസ്റ്റൽ പാലസ് ഒക്കെ, ഞാൻ ക്രിസ്റ്റൽ പാലസിനെ പറ്റി അറിയണം എപ്പോഴാ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇത് കളിക്കാൻ തുടങ്ങിയപ്പോൾ ഫിഫ അല്ലെങ്കിൽ അങ്ങനത്തെ ഗെയിംസിലൂടെ ഒക്കെ ആണ് നമുക്ക് ക്രിസ്റ്റൽ പാലസിന്. പിന്നെ ക്രിസ്റ്റൽ പാലസ് ടീമിന്റെ പ്ലേയേഴ്സിനെ പറ്റിയൊക്കെ അറിയണത് നമ്മള് നമ്മളെ FPL സ്റ്റാർട്ട് ഫാന്റസി പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഇതിനെ പറ്റിയൊക്കെ ഓരോ പ്ലേയേഴ്സെ നല്ല പ്ലെയറാണ്. അല്ലെങ്കിൽ പ്രീമിയർ ലീഗിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ പ്ലേയേഴ്സിനെ പറ്റിയൊക്കെ കൂടുതൽ പഠിക്കുന്നത് ഈ പറഞ്ഞ FPL സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്. അപ്പോൾ ഞാൻ പറയണ ആൾക്കാർക്ക് അത്രയും നീ പറഞ്ഞ പോലെ ഒരു ഗെയിമിൽ ഉപരി ഫാമിലി അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് എന്നൊക്കെ പറയണ ഓരോ ഫാമിലിക്ക് തുല്യമായിട്ടാണ് കാണുന്നത്. ഇത് ഭയങ്കര ഒരു, ഞാൻ പറഞ്ഞത് അതാണ്. അതുകൊണ്ടാണ് പല ഗെയിമുകളൊക്കെ കാണുമ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ വിൻ ചെയ്യുന്ന സമയത്ത് നമ്മളറിയാതെ നമ്മളെ ഉള്ളിൽ നിന്ന് ഒച്ച വരും, റെഡ് കളർ ആവും ചെയ്യും. പക്ഷെ ആ ഒരു അപ്പത്തെ ഒരു അഡ്രിനാലിൻ റഷിൽ ചെയ്തു പോകുന്ന അത് ഇതുകൊണ്ടാണ് വെച്ചാൽ നമ്മള് മോർ ദാൻ ഗെയിം അതിനെ സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് നമുക്ക് കിട്ടുന്ന എനർജി അത് കുറെ ആൾക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫിൽ അത് ഉപയോഗിക്കാം. ആ ഒരു എനർജി എന്ന് വെച്ചാൽ ഈ കപ്പടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ന്യൂ കാസിലെ കപ്പടിച്ച് കഴിഞ്ഞിട്ട് കാണികളടുത്ത് ഓടിപ്പോയിട്ടാണ് ഇവർ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കപ്പ് വാങ്ങിച്ചെന്ന്. അപ്പോൾ ഓരി കാണുന്നത് അത്ര ഇത് കുറേ കാലങ്ങളായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പ്ലേയേഴ്സും അങ്ങനെ കാണുന്നുണ്ട് ഉള്ളതിലാണ് അതിൻ്റെ ഒരു കാരണം ഒരിക്കലും ഒരു ഇപ്പോൾ ഒരു ഫാന് മാത്രം അത് കണ്ടു കഴിഞ്ഞാൽ അതിനൊരു കംപ്ലീറ്റ് ആവില്ല. അത്രേ ഉള്ളൂ. ക്ലബ്ബ് അത്രത്തോളം ഫാൻസിന് ഇമ്പോർട്ടൻ്റ് ആണ് ക്ലബിനും അറിയാം. ഇപ്പോൾ അയാക്സ് ഒരു സമയത്ത് ഷീൽഡ് അടിച്ച സമയത്ത് അയാക്സിന്റെ കുറച്ച് പ്രീമിയം ക്ലബ് സപ്പോർട്ടേഴ്സ് ഉണ്ട്, അതായത് ഈ സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സ് ഉണ്ടാവും, കുറച്ച് ലിമിറ്റഡ് മെമ്പേഴ്സ് ഉണ്ടാവുള്ളൂ. ആ ആൾക്കാർക്ക് അയാക്സിന്റെ ഷീൽഡ് ഉണ്ടല്ലോ, പ്ലേറ്റ് പോലാണല്ലോ അവിടുത്തെ ഷീൽഡ്. ആ ഷീൽഡ് ഇവര് മെൽറ്റ് ചെയ്തിട്ട് ടൈനി സ്റ്റാർസ് ആക്കിയിട്ട് ആ ഫാൻസിനൊക്കെ അയച്ചു കൊടുത്ത്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കിട്ടുന്ന ഫാനിന്റെ മൊമെന്റ് എന്തായിരിക്കും, അതിപ്പോ വീട് തീ പിടിച്ചാൽ ഫസ്റ്റ് എടുത്തുണ്ടല്ലോ ആ സാധനം ആയിരിക്കും. അപ്പൊ അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഒരു ഫാന്. ഇപ്പൊ ഇന്ത്യയിലൊക്കെ ഞാനൊക്കെ മാക്സിമം എവിടെ പോയാലും കളക്ട് ചെയ്യുന്ന ബാർസന്റെ എന്ത് ഗാഡ്ജറ്റ്സ് വന്നാലും ഞാൻ കളക്ട് ചെയ്യും. ഈവൻ ചെറിയ കീ ചെയിൻ ആണെങ്കിൽ വരെ
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ജേഴ്സി കീറിയിട്ട് ഒഴിവാക്കാൻ വരെ ഞാൻ അതിന്റെ ബാഡ്ജ് വെട്ടിയിട്ട് എടുത്ത് വെക്കും. കാരണം അതൊരു ഇമോഷനാണ്. നമുക്ക് നമ്മളെ ഇഷ്ടമുള്ള ടീമിന്റെ ഒരു ഗാഡ്ജറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് സാധനം എടുത്തു വെക്കാന്ന് പറയുന്നത് വേറെ തന്നെ ഇമോഷനാണ്. ഇപ്പൊ എന്റെ സിസ്റ്ററിന്റെ മക്കള് എനിക്ക് പെയിന്റ് ഒക്കെ ചെയ്തു തരും. ലമീൻ യമാലിനെ വരച്ചു തരും, ബാർസലോണനെ വലിച്ചു തരും. അപ്പൊ അത് കാരണം അവര് ഞാൻ കാണുമ്പോ അവര് വന്നിരുന്നിട്ട് ഇപ്പൊ എല്ലാരും ജേഴ്സി വാങ്ങിയിട്ട് ഇപ്പൊ ലമീൻ യമാലിന്റെ ആ ജേഴ്സി ഒക്കെ ഇട്ട് നടക്കല. അപ്പൊ ഓർക്കും അത് ഇൻടേക്ക് വരാൻ തുടങ്ങി. ഇപ്പൊ നമ്മളെ ഫ്രണ്ട് സൽമാന്റെ അനിയത്തി കുറെ യുണൈറ്റഡിലുള്ള കുറെ പ്ലേയേഴ്സിന്റെ പേരൊക്കെ അറിയില്ല. അപ്പൊ അത് നമുക്കൊരു ഒന്നാമത് നമുക്ക് പ്രൗഡായിരിക്കും. കാരണം നമ്മള് കാണുന്നതിന് ഇൻഫ്ലുവൻസ് ആയിട്ടാണല്ലോ ഇവരിത് പഠിക്കുന്നത്. പിന്നെ അത് മോശം കാര്യം ഒന്നല്ലല്ലോ പഠിക്കുന്നത്. എപ്പോഴും ഒരു സ്പോർട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ എപ്പോഴും ഇൻട്രസ്റ്റഡ് ആവുമെന്ന് പറയുമ്പോൾ അത് നല്ലതാണ്. ഫിസിക്കലായാലും മെന്റലായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്യണം. എപ്പോഴും ബെറ്ററാ. കാരണം വെറും നമ്മൾ ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു പോഡ്കാസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു റീസൺ അതാണ്. എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആവുക, അല്ലെങ്കിൽ എന്താ പറയാ ടൈം അപ്പൊ നമ്മള് രണ്ടാളാണെങ്കിലും എനിക്ക് തോന്നണ നമ്മള് കുറച്ചൊക്കെ ഫുട്ബോളൊക്കെ നമ്മൾ കളിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ പൊതുവെ ഗെയിംസ് എന്താണെങ്കിലും ഇപ്പൊ ഞാൻ ഇപ്പൊ പലപ്പോഴും ഞാൻ പാലക്കാടായ സമയത്ത് ഞാൻ പ്രശ്നം ഫേസ് ചെയ്തതെന്ന് വെച്ചാൽ ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ജിമ്മിൽ പോകണം, വെയിറ്റ് എടുക്കണം, ഈ ഒരു ചിന്ത നമ്മളെ മനസ്സിൽ ഉണ്ടാവും. അപ്പോൾ നേരെ മറിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാകുമ്പോൾ നമ്മൾക്കത് അതൊരു വർക്കായിട്ടോ അതേപോലെ തന്നെ. പക്ഷെ അത് ഫിറ്റ്നസ് നോക്കുന്ന ആൾക്കാർക്ക് ജിമ്മോ അതേപോലെ തന്നെയാണ്. അതെ, ഞാൻ പറഞ്ഞ അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ നമുക്ക് നമുക്ക് സ്പോർട്സ് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മള് ഇപ്പൊ കളിക്കാൻ വിളിച്ചാൽ ഏത് സ്വഭാവിക്ക് വേണമെങ്കിലും എണീറ്റ് പോകുന്നുള്ള. ഇപ്പൊ അതേ പറഞ്ഞപ്പോ എനിക്ക് നമുക്ക് അങ്ങനെ വെയിറ്റ് പോക്കാം, ജിമ്മിന് ആ ഒരു ഇൻട്രസ്റ്റ് കുറവായിരിക്കും. നമുക്ക് നമ്മള് പോകുന്ന ഉദ്ദേശം തന്നെ എന്തെങ്കിലും വെയിറ്റ് ലോസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മസിൽസ് ബിൽഡ് ചെയ്യാന്നുള്ള. പക്ഷെ നേരെ മറിച്ചിട്ട് നമ്മള് ഇപ്പൊ ഞാനപ്പോ അവിടെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ബാഡ്മിന്റൺ ആകുമ്പോൾ 4 ആൾക്കാർ മതി. അപ്പോൾ നമ്മളവിടെ ചെയ്താന്ന് വെച്ചാൽ ബാഡ്മിന്റൺ സ്റ്റാർട്ട് ചെയ്ത്. ബാഡ്മിന്റൺ ആകുമ്പോൾ നമ്മൾ എത്ര ശീലിച്ചാലും നമ്മൾ പോവും, ഒരു 2-3 സെറ്റ് കളിക്കും. കാരണം നമുക്കത് ഒരു ബേർഡനായിട്ടോ അല്ലെങ്കിൽ അയ്യോ അത് ചെയ്യണ്ടേ എന്നുള്ളൊരു സാധനം വരാത്തതുകൊണ്ട്. അപ്പോൾ ഫുട്ബോൾ എനിക്ക് തോന്നുന്നത് ഫുട്ബോളല്ല ഗെയിംസ് എല്ലാം അത് നമ്മൾ റിയൽ ലൈഫിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരണം. അത് എനിക്ക് ഭയങ്കര ഒരു അഡ്വാൻറ്റേജാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടോപ്പ് 4 അല്ലെങ്കിൽ ടോപ്പ് 4 ആരൊക്കെ വരുന്ന എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ അല്ല തോന്നുന്നത്. ടോപ്പ് 4 പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു PSG ഭയങ്കര ഹാർഡ് ഗ്രൂപ്പാണ്. PSG ടോപ്പ് 5 എത്താൻ ചാൻസ് കുറവായിട്ട് ഞാൻ കാണുന്നത്. എനിക്ക് തോന്നുന്നില്ല. കാരണം എത്ര ലാസ്റ്റ് സീസൺ 4-5 ട്രോഫി അടിച്ച്, ബട്ട് സ്റ്റിൽ അത്രയും ഹാർഡ് ഗ്രൂപ്പ് ഒരൊറ്റ ടീം പോലും വീക്കായിട്ടില്ല. PSG ഡോമിനേറ്റ് ചെയ്ത് കളിക്കും നമുക്ക് തോന്നുന്നത്. ചിലപ്പോൾ കളിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ ടീമിനെ ചിലപ്പോൾ തോപ്പിക്കുക, ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ കറൻ്റ്ലി നോക്കുമ്പോൾ ആ ലീഗ് 1 ടഫാണ്. അപ്പോൾ PSG ഞാൻ എന്തായാലും ടോപ്പ് 5 കാണുന്നില്ല. ഒന്ന് ഒബ്വിയസ്ലി ബാഴ്സലോണ ഞാൻ കാണുന്നുണ്ട്, പിന്നെ ഒന്ന് ലിവർപൂൾ, പിന്നെ എനിക്ക് പേഴ്സണലി ന്യൂകാസിൽ വരുന്ന ഒരിതുണ്ട് തേർഡ്. ആ ഒരു ടോപ്പ് 5 ഞാൻ പൊസിഷൻ വൈസ് അല്ല പറയുന്നത്, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. പിന്നെ ആസ്നൽ, പിന്നെ അതുപോലെ റിയൽ മാഡ്രിഡ്. ഈ 5 ടീം വരുന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എനിക്ക് ഇതിൽ പറഞ്ഞ ഞാൻ ബാർസലോണൻ്റെ മാച്ചസ് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഈസി മാച്ചസാണ്. അതുകൊണ്ട് ബാർസ വരുന്നുള്ളൊരു സാധ്യത. എനിക്ക് തോന്നണ ഒരു ചെൽസി, ഐ തിങ്ക് ടോപ്പ് 5 ചെൽസി എത്തുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മോർ അറ്റാക്ക് ചെയ്യുന്ന പറയുമ്പോൾ തന്നെ ബാക്കപ്പ് ഒക്കെ കുറേ ഉണ്ട്. അപ്പോൾ കുറേ അവർക്ക് ഗെയിമിൽ കുറച്ചും കൂടെ അത് പ്രോപ്പറായിട്ട് യൂസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചെൽസി എത്താൻ സാധ്യത. ലിവർപൂൾ ഓഫ് കോഴ്സ്, ആർസനൽ, റിയൽ മാഡ്രിഡ് പറയാൻ എനിക്ക് തീരെ നമുക്കറിയാലോ ബാർസലോണ നമുക്ക് റിയൽ മാഡ്രിഡ് നിൽക്കില്ല. പക്ഷേ റിയൽ മാഡ്രിഡ് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളിപ്പോൾ ലീഗിലാണെങ്കിൽ ഒരു കളി മോശമാണെങ്കിൽ പോലും ചാമ്പ്യൻസ് ലീഗിലുള്ള ഒരു പെർഫോമൻസ് ഡിഫറെൻറ്റാണ്. അത് ഒരു എത്രയോ കാലങ്ങളായിട്ട് പ്രൂവ് ചെയ്തിരിക്കുന്ന സംഭവം. ഒന്നാമത് ഒരു ബിൽഡ് ചെയ്ത്, അതായത് ത്രൂ ഔട്ട് ഒരു ബിൽഡ് ചെയ്തുള്ള ഒരു ഓറാണ് ആക്ച്വലി. അതായത് ഇപ്പോൾ അത് കറക്റ്റ് പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിലാണ് അത് കുറച്ചും കൂടെ ഹെവി ആയത്. അതായത് ഒപ്പോണൻസിന് റിയൽ മാഡ്രിഡിനെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ടെൻഷൻ തുടങ്ങും റിയൽ മാഡ്രിഡിൻ്റെ കൂടെ എങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ളത്. പ്രത്യേകിച്ച് അത് ബെർണബോ ആകുമ്പോൾ, ബെർണബോ അത്ര വലിയ ഫാൻ, അതായത് അൻഫീൽഡ് പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ല. ഏതോ ഒരു വ്ളോഗറല്ല, ഏതോ ഒരു ഇതുപോലെ ഫുട്ബോൾ കോണ്ടന്റ് ക്രിയേറ്റർ പോയിട്ട് പറഞ്ഞത് 1 ഓഫ് ദ വേർസ്റ്റ് അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്റ്റേഡിയം എന്ന് പറഞ്ഞ സ്റ്റേഡിയമാണ്. അപ്പോൾ അത്രയും ഫാൻസ് അത്ര വൈൽഡ് ആയതുകൊണ്ടല്ല. പക്ഷേ വെൻ റിയൽ മാഡ്രിഡ് ഇസ് പ്ലേയിങ് ദർ അപ്പോൾ കയ്യിൽ നിന്ന് പോകും. അതായത് ആ പ്ലേയേഴ്സിന്റെ ഒരു എനർജി ഉണ്ട്. ഞാൻ പലപ്പോഴും ഉണ്ട്. കാരണം ചിലപ്പോൾ തോറ്റ് കഴിക്കും 2 ഗോളിനൊക്കെ. മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ 120 മിനിറ്റ് ഉണ്ടെങ്കിൽ 120 മിനിറ്റും എങ്ങനെയെങ്കിലും നമ്മൾ ലാസ്റ്റ്. ഇപ്പോൾ അതിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ പലതവണ ഇവർ ഫൈനൽസിൽ പോലും ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പാവം എന്താ പറയാ ഏറ്റവും എൻഡിൽ നിന്നും പോയൊരു ഗെയിം ഉണ്ട്, റാമോസിന്റെ ഗോള്. റാമോസിന്റെ നമ്പർ എനിക്ക് തോന്നുന്നത് അത്
പുതിയ ക്ലബിൽ പോയ സമയത്ത് റാമോസിന്റെ നമ്പർ വരെ അത് ഡിനോട്ട് ചെയ്യണേ. അപ്പോൾ ആ ഒരു എനർജി എനിക്ക് തോന്നുന്ന ചാമ്പ്യൻസ് ലീഗിൽ, ഞാൻ പറയാം ലീഗിലൊക്കെ നമ്മൾ കാണുന്ന വളരെ, കാരണം അത്രയും പെർഫോം ചെയ്ത സീസൺസ് ഉണ്ട്. പക്ഷെ ഞാൻ പറയണത് ഇപ്പോൾ ആ ഒരു ഡോമിനേഷൻ ഇല്ല, ഭയങ്കര ഡോമിനേഷൻ ആയിട്ടൊന്നും ഇപ്പോൾ അവിടെ വലിയൊരു ഡോമിനേഷൻ ഒന്നും കാണില്ല. പക്ഷെ ചാമ്പ്യൻസ് ലീഗ് വരുമ്പോൾ ഓരോ മെന്റാലിറ്റി ആവട്ടെ എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കഴിഞ്ഞ സീസണിലൊക്കെ അതാ, കഴിഞ്ഞ സീസൺ എനിക്ക് തോന്നുന്നു കുറച്ച് കാലത്തിന് ശേഷം കുറച്ചൊന്ന് മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു. അതെ, പുതിയ പ്ലേയേഴ്സ് വന്ന് ആ ലിങ്കപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രശ്നമായിരിക്കും. പിന്നെ റിയൽ മാഡ്രിഡിന്റെ കേസ് നോക്കുകയാണെങ്കിൽ കപ്പില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് മൂവ് ചെയ്യുന്ന ആൾക്കാരാണ് അധികം. ഇപ്പോൾ ആൻസലോട്ടിൻ്റെ ആവട്ടെ, ആൻസലോട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൻസലോട്ടിൻ്റെ വന്നതിന് ശേഷമുള്ള നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഒരു സീസൺ അതെ, ആൻസലോട്ടി പിന്നെ ഓൾറെഡി അവർ പറയുന്നുണ്ട് കപ്പില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുന്നുള്ള രീതിയിലാണ് ആൻസലോട്ടി ഇങ്ങനെ വലിഞ്ഞു പോയത്. ഐ മീൻ ചാമ്പ്യൻസ് ലീഗ് അതിന്റെ മുന്നത്തെ വർഷം അടിച്ചോണ്ട് നിർത്തി, അതെ, പിന്നെ ഈ സീസൺ അടിക്കാത്തതുകൊണ്ട് ഒഴിവാക്കി. ഇപ്പോൾ സാബി അലോൻസ് അപ്പോൾ ലീഗിൽ നല്ല ഐ മീൻ ആ ഒരു ലീഗ് ഇത് വെച്ചിട്ട് നമ്മൾ ചാമ്പ്യൻസ് ലീഗ് പെർഫോമൻസ് അടിച്ച് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ബാഴ്സലോണക്കാളും കുറച്ചും കൂടെ സാറ്റിസ്ഫൈഡ് പെർഫോമൻസ്, എനിക്ക് സാറ്റിസ്ഫൈഡ് എന്നല്ല ഞാൻ പറയുന്നത്, എനിക്ക് റയൽ മാഡ്രിഡ് ജയിക്കുന്നതുകൊണ്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആവേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ആ ഗെയിം നോക്കുമ്പോൾ, അതെ, മാച്ചസ് നോക്കുമ്പോൾ റയൽ മാഡ്രിഡ് ആണ് കുറച്ചും കൂടെ കോമ്പറ്റീറ്റീവ് ആയിട്ട് കളിച്ചത്. ബാർസലോണന്റെ ഫസ്റ്റ് 2 ഗെയിമൊക്കെ വളരെ മോശം ഗെയിം. അപ്പോൾ ഇപ്പൊ ലീഗിൽ കറന്റ്ലി ഇപ്പൊ റയൽ മാഡ്രിഡ് ആണ് ഒരു ബിറ്റ് എന്താ പറയാ കൂടുതൽ ആയിട്ട് കളിക്കുന്നവരെന്നാണ്. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ചാമ്പ്യൻസ് ലീഗ് അടിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ രണ്ടാളും മിസ്സായ ഒരു ടീമുണ്ട്. പൊതുവെ ബയൺ മ്യൂണിച്ചും ഉണ്ട്, ഒരു ടീമും ഉണ്ട്. നമ്മളെപ്പോഴും പൊതുവെ എല്ലാവരും പറയണ മാഞ്ചസ്റ്റർ സിറ്റി. പക്ഷെ ആർക്കും ഹോപ്പില്ല. കാരണം എല്ലാവരും കരുതുന്നത് പെപ്പ് തീർന്ന്, പെപ്പിനെ കൊണ്ട് ഇനി വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷനിലാണ് ഇപ്പോൾ സിറ്റി ഉള്ളത്. കാരണം ലീഗിലാണെങ്കിലും പെർഫോമൻസ് ഒക്കെ വളരെ മോശമായി വരുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് സീസണൊക്കെ ഓൾറെഡി കണ്ടതാണ്. ഒന്നാമത് സിറ്റിക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ കളിക്കുന്ന രീതിയിലൊക്കെയാണ് കളി കാണുന്നത്. തിരിച്ചു വരും. കാരണം പെപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നലെ എനിക്ക് തോന്നുന്നത് സൺഡേ യുണൈറ്റഡ് പ്ലസ് സിറ്റി 3-0 അത് കണ്ടപ്പോ എനിക്ക് ഒരു, പക്ഷെ അത് യുണൈറ്റഡിന്റെ അവിടെ അല്ല കളിച്ചത്. യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആർക്ക് അടിച്ചു പോകാൻ പറ്റുന്ന ഒരു ടീമായി മാറിയിട്ടുണ്ട് യുണൈറ്റഡ്. കാരണം എന്താ യുണൈറ്റഡിന്റെ പ്രശ്നം എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. മാനേജ്മെന്റ് ആണോ പ്രശ്നം, പ്ലേയേഴ്സ് ആണ്? ഈ സീസണിന്റെ ഫസ്റ്റ് കളിയുണ്ട്, ഫസ്റ്റ് മാച്ച് അടിപൊളി മാച്ച് ആയിരുന്നു. കാരണം അർസനൽ നന്നായിട്ട് ഉയർത്തു. അർസനൽ ആകെ എനിക്ക് തോന്നുന്നു ആ ഹെഡിലറ്റോ ഒരു സെറ്റ് പീസിൽ ഒരു ഗോള് സ്കോർ ചെയ്തതിനു ശേഷം പക്കാ ഡോമിനേറ്റ് ചെയ്യുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ യുണൈറ്റഡാണ്. പക്ഷേ ബാക്കിയുള്ള ത്രീ ഗെയിം വീക്ക് കഴിഞ്ഞു അല്ലേ, ബാക്കിയുള്ള 3 or 4 ഗെയിം, ബാക്കിയുള്ള എല്ലാ ഗെയിംസും കാരണം ഓരോ നടത്തിയ സൈനിങ്സ് ഓൾറെഡി പ്രീമിയർ ലീഗിൽ പ്രൂവൻ ചെയ്ത പ്ലേയേഴ്സാണ്. ബോമോ, പിന്നെ കുഞ്ഞ, പിന്നെ എനിക്ക് തോന്നുന്ന ഗോൾ കീപ്പറും ഒനാന ഒഴിവാക്കി. പക്ഷെ അത് കോമഡിയാണ്. ഒനാന അവിടെ ഇപ്പോൾ ഫസ്റ്റ് ഗെയിമിൽ 10 ആളെ വെച്ചിട്ട് എന്തോ നോക്കണ്ട. പക്ഷെ ഞാൻ പറയാം നല്ലൊരു ടീമുണ്ട്. പക്ഷെ അത് എന്തായാലും പിന്നെ ഈ അർസനലൊക്കെ കൊടുക്കുന്ന പോലെ ഒരു മാനേജറിനെ വെച്ചിട്ട് ഗിവ് സം ടൈം. പക്ഷെ അത് കൊടുക്കാൻ അർസനലിനെ പോലത്തെ ഒരു ഫാൻ ബേസ് അല്ല യുണൈറ്റഡിന്റെ ഫാൻ ബേസ് ഈസ് വൈൽഡ്. അർസനലിനെ പോലത്തെ ഒരു പേഷ്യൻസ് ഉള്ള ഫാൻ ബേസ് അല്ല. അപ്പോൾ യുണൈറ്റഡ് പ്ലേയേഴ്സിനോട് ചിലപ്പോൾ പോയിട്ട് ബ്രൂണോനെ വേണോ പ്രീമിയർ ലീഗ് വേണോ എന്ന് വെച്ചാൽ പ്രീമിയർ ലീഗ് പറയുള്ളൂ. കാരണം അങ്ങനെ ആയിരിക്കും. കാരണം യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് ആ ടീം കളിക്കുന്ന പ്ലേയേഴ്സിന്റെ പ്രഷർ വേറെ തന്നെയാണ്. അർസനലിൽ പറഞ്ഞ ടീം കളിക്കുന്ന പോലെ ഒന്നല്ല യുണൈറ്റഡിൽ കളിക്കുമ്പോൾ കാണിക്കണം. അപ്പൊ അതെന്തായാലും വേണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സിറ്റി യുണൈറ്റഡിന്റെ കൂടെ 3 അടിച്ച് വെച്ചിട്ട് സിറ്റിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സിറ്റി അത്യാവശ്യം നല്ല കോമ്പറ്റീവ് ഗെയിംസ് ഇനിയും കളിക്കട്ടെ. യുണൈറ്റഡിനിപ്പോ ഒന്നാമത് നമ്മള് ഭയങ്കര ഏറ്റവും സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ടീമിനെ ജഡ്ജ് ചെയ്യാനുള്ള കഴിഞ്ഞ സീസണൊക്കെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ബയൺ മ്യൂണിച്ച്, പക്ഷെ ബയൺ മ്യൂണിച്ച് എനിക്ക് തോന്നുന്നില്ല കൂടുതലൊന്നും മുന്നോട്ട് പോകുന്നുള്ളത്. വലിയ ഒരു പ്രാവശ്യം മേജർ സൈനിങ്സ് ആയിട്ട് നടത്തിയല്ലോ. മേജർ സൈനിങ്സ് ആയിട്ടൊന്നുമില്ല. കഴിഞ്ഞ ഹാരിക്ക് വന്നതല്ലാതെ മേജർ ആയിട്ട് എനിക്കാരൊന്നും തോന്നുന്നില്ല. നമുക്ക് ഫിക്സ്ചേഴ്സിനെ പറ്റി ജസ്റ്റ് ഒന്നുമില്ലേ? ഫിക്സ്ചേഴ്സ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ PSG-ക്ക് തന്നെയാണ് ഏറ്റവും ടഫായിട്ടുള്ള ഫിക്സ്ചർ കിട്ടിയിട്ടുള്ളത്. അതായത് എനിക്ക് തോന്നുന്നു ഒരു ടീമും നമുക്ക് അറിയാത്ത ടീം ഉണ്ടാവില്ല. എല്ലാം അറിയുന്ന ടീമാണ്. എല്ലാം അതാത് ലീഗുകളിൽ അത്രയും ടോപ്പ് ടീമാണ്. അതെ,
ഇപ്പോൾ സ്പോർട്ടിംഗ് ആയാലും പോർച്ചുഗീസ് ലീഗിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടീമാണ്. ഇപ്പോൾ ബയർ ലെവർകൂസൻ ആണെങ്കിൽ ബയൺ മ്യൂണിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ടീം ജർമ്മനിയിൽ അതൊക്കെ തന്നെയാണ്. ഡോട്ട്മുണ്ട്, ബയർ ലെവർകൂസൻ ഒക്കെ തന്നെയാണ്. ഒരു ടീം പോലും അങ്ങനെ മോശം എന്ന് പറയാൻ പറ്റുന്ന ഒരു ടീം ഇല്ല PSG-ക്ക്. ഞാൻ മോസ്റ്റ് അവൈറ്റഡ് മാച്ചാണ് PSG വേഴ്സസ് ബാർസലോണ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനൽ പല നമ്മൾ പറയണോണ്ട് ഇപ്പൊ അങ്ങനെ പറയണ്ട, കുറെ ആളുകൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇതാണ്. പക്ഷെ എനിക്ക് ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ പ്രതീക്ഷ കുറവാണ്. ആ രീതിയിൽ ബാർസന്റെ ഫോമിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ മാത്രല്ല ഹൈലൈനൊക്കെ കുറെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളെ ലീഗിലാണെങ്കിൽ പോലും ഫസ്റ്റത്തെ ആ ഒരു ഇമ്പാക്ട് ഹൈലൈനോട് ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. കാരണം സിമ്പിളായിട്ട് ഹൈലൈനെ ബീറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും. അപ്പൊ നമുക്ക് ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഡിഫൻസ് അല്ലെങ്കിൽ സെന്റർ ബാക്കിനെ മാത്രം നമ്മൾ, പിന്നെ ഹാൻസി ഫ്ലിക്കിന്റെ സ്റ്റൈൽ ഓഫ് പ്ലേ അങ്ങനെയാണ്, ഗോള് മാക്സിമം സ്കോർ ചെയ്യുക, 5 എണ്ണം കിട്ടിയ 6 എണ്ണം അടിക്കുക എന്നുള്ളൊരു സാധനമാണ്. പിന്നെ റാഷ്ഫോർഡ് വന്നിട്ടുള്ളൂ. റാഷ്ഫോർഡിന് ഒരു ടൈം കൊടുക്കും. കാരണം റാഷ്ഫോർഡിന് അങ്ങനെ വലിയ ഹൈപ്പിൽ വരാത്തതുകൊണ്ട് റാഷ്ഫോർഡിന് പ്രഷറും ഇല്ല, സിമ്പിൾ ആയിട്ടാണ് കളിക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് മാച്ച് നല്ല കളിച്ചു. ലാസ്റ്റ് മാച്ച് ഒരു അസിസ്റ്റും അടിപൊളി അസിസ്റ്റ്. അത് എന്നിട്ട് ഇപ്പൊ കുറെ വീഡിയോസ് ഇറങ്ങി ഡുബ്രൈനെ ആയിട്ട്. ആളുകൾക്ക് കിട്ടി കഴിഞ്ഞാൽ നല്ലൊരു സാധനം കിട്ടിയാൽ എന്തായാലും, കാരണം എല്ലാവരും പറയുന്നത് വെച്ചാൽ യമാലാണെങ്കിൽ അത് പ്രതീക്ഷിച്ചിരുന്നു ആ അസിസ്റ്റ്, പക്ഷെ റാഷ്ഫോർഡ് പ്രതീക്ഷിക്കുന്നില്ല. ഇത് നോക്കുകയാണെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചസ് വരുന്ന ഒന്ന് ബയൺ വേഴ്സസ് പാരീസ്, പിന്നെ അതേപോലെ തന്നെ ബാർസ വേഴ്സസ് പാരീസ്, പിന്നെ നോക്കുകയാണെങ്കിൽ സിറ്റി വേഴ്സസ് റിയൽ മാഡ്രിഡ്. അതിൽ ഒന്ന് ഞാൻ പറഞ്ഞ എനിക്ക് കുറച്ച് എന്തായാലും കാണണം എന്ന് വിചാരിക്കുന്ന മാച്ചസ് ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ബാർസ വേഴ്സസ് PSG. കാരണം നമ്മൾ കുറേ കാലങ്ങളായിട്ട് കഴിഞ്ഞ സീസൺ നമ്മൾ പ്രതീക്ഷിച്ച സാധനമാണ്. പിന്നെ രണ്ടാമത്തെ എനിക്ക് തോന്നുന്നത് റിയൽ മാഡ്രിഡ് വേഴ്സസ് ലിവർപൂൾ. അതെന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് തിരിച്ചു പോവാം, ട്രെൻഡ് ആൻഫീൽഡിലേക്ക് തിരിച്ചു പോവാണ്. എങ്ങനെ ആൻഫീൽഡിലെ മാച്ച് അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. കാരണം അത് ബെർണബോലാണെങ്കിൽ ലിവർപൂൾ പ്ലെയേഴ്സിനോട് എങ്ങനെ കാണിക്കുന്നത്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണികൾ എങ്ങനെ, കാരണം ഫ്രീ ട്രാൻസ്ഫർ ആണല്ലേ, ഫ്രീ ട്രാൻസ്ഫർ അല്ലേ ട്രെൻഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രെൻഡിനൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് എമൗണ്ട് ലിവർപൂളിന് കിട്ടും. സ്വാഭാവികമായിട്ടും വൺ ഓഫ് ദി ബെസ്റ്റ്. നമ്മൾ അറ്റാക്കിംഗ് സൈഡിൽ നോക്കുമ്പോൾ ഡിഫൻസീവ് കുറേ മിസ്റ്റേക്സ് വരുത്താണെങ്കിൽ പോലും അറ്റാക്കിങ്ങിൽ വൺ ഓഫ് ദി ബെസ്റ്റ്, ആ പൊസിഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഡിഫൻസീവ്ലി ബ്ലാങ്ക് ആണ്, മിസ്റ്റേക്സ് എന്ന് പറയാൻ പറ്റില്ല. മിസ്റ്റേക്ക് വരണമെങ്കിൽ അപ്രോച്ച് ചെയ്യണം, അത് അപ്രോച്ച് ചെയ്യുന്നില്ല, വളരെ ലേസി ആയിട്ടാണ് ഡിഫെൻഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു മാച്ച് ആൻഫീൽഡിൽ ട്രെൻഡ് തിരിച്ചു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും കാണികൾക്ക് ഉണ്ടാകുന്ന ആ ഒരു, എന്താ പറയാ, നല്ല രീതിയിൽ സ്വീകരിക്കുന്ന ഒരു പ്രതീക്ഷ എനിക്കില്ല. കാരണം ട്രെൻഡ് പോയ രീതി അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ആൻഫീൽഡ് അറ്റ്മോസ്ഫിയർ ഒന്ന് കണ്ടറിയണമെന്ന്. അപ്പൊ അത് റിയൽ മാഡ്രിഡ് ജയിച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് വിൻ ആയിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് പേഴ്സണലി ഞാൻ അത്രയും വെയിറ്റ് ചെയ്യുന്ന മാച്ച് ചെൽസി ബാഴ്സലോണ, അതുപോലെ ന്യൂകാസിൽ ബാഴ്സലോണ. ബാഴ്സലോണന്റെ ആയിട്ട് പറയാണ്, എന്താ വെച്ചാൽ വളരെ ഒക്കേഷണൽ ആയിട്ട് നടക്കുന്ന മാച്ചസ് അതൊക്കെ. അപ്പൊ PSG ബാർസ ഒക്കെ നടന്നിട്ടുണ്ട്, ഇതിന് മുന്നേ നടന്ന് നമ്മള് ഇപ്പൊ ബയൺ ബാർസ എപ്പോഴും എല്ലാ സീസണിലും നടക്കുന്ന മാച്ചാണ്. അതുപോലെ സിറ്റി മാഡ്രിഡ് ഒക്കെ എപ്പോഴും വരുന്ന മാച്ചസാണ്. അപ്പൊ അങ്ങനത്തെ മാച്ചസ് കാണുമ്പോൾ നമുക്ക് വലിയ, അതായത് എപ്പോഴും നടക്കുന്നുണ്ട്. ഇത് വളരെ റെയർ ആയിട്ട് നടക്കുന്നത്. ഇപ്പൊ ചെൽസി ബാർസ ഒക്കെ വളരെ, ഒന്നാമത് ചെൽസി അങ്ങനെ ക്വാളിഫൈ ചെയ്യുന്ന ടീമല്ല, ചാമ്പ്യൻസ് ലീഗിലേക്ക് എപ്പോഴും ക്വാളിഫൈ ചെയ്യുന്ന ടീമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഇപ്പൊ വന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ടീംസിനായിട്ട് കളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. അതായത് എപ്പോഴെങ്കിലൊക്കെ കിട്ടുന്ന മാച്ചസ് ആണ്. ഇപ്പൊ ന്യൂകാസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അവേ അറ്റ്മോസ്ഫിയർ ആണ്, അവേ ഗെയിം ആണ്. അപ്പൊ അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ന്യൂകാസിലെ ഫാൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫാൻസ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഫാൻസ് ആണ് പ്രീമിയർ ലീഗിൽ. അപ്പൊ അവിടെ കളിക്കാന്ന് പറഞ്ഞതും വേറെ തന്നെ ഒരു ഇതായിരിക്കും, പ്ലേയേഴ്സിനും ആ ഒരു എക്സ്പോഷർ വേറെ തന്നെ ആയിരിക്കും. ഇനി അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇത് ഓർമ്മയത്, പ്രാവശ്യം ഒരു പുതിയൊരു ടീമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാല് പുതിയ ടീം കളിക്കുന്നുണ്ട്. അതില് ഒരു ടീമിന്റെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ ചാമ്പ്യൻസ് ലീഗിൽ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഡിസ്റ്റൻസ് കൂടിയ എന്ന് വെച്ചാൽ യൂറോപ്പിൽ തന്നെ ഒരു എൻഡിലാണ് ഈ സ്ഥലം കടിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈറാട്ട് അൽമാറ്റി എന്ന് പറഞ്ഞിട്ടുള്ള, കറക്റ്റാണ് ഞാൻ പറയണ പ്രൊണൗൺസിയേഷൻ, അൽമാറ്റി എന്നിട്ട് എനിക്കൊന്നും ഓരോ അൽമാറ്റി എന്ന് പറഞ്ഞ അതാണ് ആ സിറ്റിന്റെ എന്താ പറയാ നമ്മള് ക്യാപിറ്റൽ അൽമാറ്റി. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വെറുതെ ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് അങ്ങനെ നോക്കിയപ്പോൾ ഈ റിയൽ മാഡ്രിഡിന് ഇവരോട് വരുന്ന കളീൻ്റെ മുന്നെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് റിയൽ മാഡ്രിഡിലുള്ള കളി ലാലിഗയിൽ. അത് കഴിഞ്ഞിട്ട് 3 ദിവസം ഗ്യാപ്പിലാണ് ചാമ്പ്യൻസ് ലീഗ് വരുന്നത്. അതിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങോട്ടേക്കുള്ള ഫ്ലൈറ്റ് ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 hours.
അപ്പോൾ ഇവർ ഈ ഗെയിം കഴിഞ്ഞ് അന്ന് എന്തായാലും പോകില്ല, ആ ഡേ റെസ്റ്റ് കഴിഞ്ഞ് പിറ്റേന്ന് ഇവർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നേരിട്ടിട്ട് ട്രെയിനിങ് ആയിരിക്കില്ല, അന്നൊരു റെസ്റ്റ് എടുത്തു. ഇവർക്ക് ഈ ഗെയിമിനിടയിൽ കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് ഒരു 1 ഡേ ആണ് ഇവർക്ക് കിട്ടുക. അതാണ് ഞാൻ പറഞ്ഞത്, ഇതെങ്ങനെ മാനേജ്, ഇത് മാത്രമല്ല ഇതേപോലെ ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഈ പ്ലെയേഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളിടത്ത് ഇരിക്കും ആര്. ഞാൻ പറഞ്ഞ കോമ്പറ്റീറ്റ് ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഫ്ലെക്സിബിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് യൂസ് ചെയ്യുക. ഇതൊക്കെ ഇല്ലെങ്കിൽ ഇപ്രാവശ്യം ലാസ്റ്റ് സീസൺ ബാർസന്റെ തന്നെ കണ്ടല്ലോ, 2 ദിവസം കൂടുമ്പോഴൊക്കെ മാച്ചസ് വന്നത്. അപ്പോൾ പ്ലേയേഴ്സ് എന്തായാലും ഫെറ്റിക്കുള്ള പ്ലേയേഴ്സ് എന്തായാലും. അപ്പോൾ പിന്നെ മാത്രമല്ല ഞാൻ വേറെ നൽകി വെച്ചാൽ ആദ്യമായിട്ടാണ് ഇവർ വരുന്നത്. കസാഖിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഞാൻ ഫസ്റ്റ് കേട്ടപ്പോൾ കസാഖിസ്ഥാൻ അല്ല, അപ്പോൾ കസാഖിസ്ഥാൻ എന്നാണ് പറയാൻ ആ സ്ഥലത്തിന്, അങ്ങനെ രാജ്യമുണ്ട്. അപ്പോൾ കസാഖിസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് റിയൽ മാഡ്രിഡ് പോലത്തെ ഒരു വലിയ ക്ലബ്ബ്, അത് ഈ ഡ്രോ നടക്കുന്ന അന്ന് ഒരു വീഡിയോ ആ ടീം പുറത്തു വിട്ടു. അതായത് ഓരോ ഫാൻസ് എല്ലാം കൂടെ ഇതേപോലെ ബീൻ ബാഗിൽ ഇരുന്നിട്ട് കാണാണ്, ഡ്രോ ടിവിയിൽ കാണാണ്. റിയൽ മാഡ്രിഡ് കിട്ടുമ്പോൾ അത്ര എക്സൈറ്റ്മെന്റിൽ, കാരണം റിയൽ മാഡ്രിഡ് പോലെ ബിഗ് ടീമിന്റെ കൂടെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീം ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞ ടീമിന്റെ കൂടെ അവർ കളിക്കാൻ പോവാണെന്നുള്ള എക്സൈറ്റ്മെന്റ്. കപ്പ് വാങ്ങിച്ചിട്ടുള്ള ഹിസ്റ്ററിയിൽ എല്ലാ സ്ഥലത്തും ഉള്ള ഒരാളാണ്. ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചെറിയൊരു സ്ഥലത്തേക്ക് റിയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞൊരു ടീം വരാ, അവരെ സ്റ്റേഡിയത്തിൽ കളിക്കുക, അത് ആ ടീമിനെ സംബന്ധിച്ചിട്ട് അവർക്കത് ഭയങ്കര വലിയൊരു ഫിനാൻഷ്യലി ഓൾസോ. ഞാൻ പറയണത് ഇപ്പോൾ ടിക്കറ്റ് പ്രൈസോ അല്ല, ആ കാര്യമല്ല, റിയൽ മാഡ്രിഡ് വന്ന് കളിച്ചൊരു ഗ്രൗണ്ടാണ്. ആ ഒരു സാധനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ടീം വലുതാവും. പിന്നെ വേറൊരു ടീമുണ്ട്, പോഫോസ് എഫ് സി അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ടീമുണ്ട്. പാഫോസ് എഫ് സി എന്ന് പറഞ്ഞിട്ട്, സിപ്രസ് എന്ന് പറയും, രാജ്യത്തിന്റെ പേര് സിപ്രസ് എന്നാ. സിപ്രസ് സൈപ്രസ് എന്താ പ്രൊനൗൺസ് ചെയ്യാന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ടീമിലാണ് ഡേവിഡ് ലൂയിസ് കളിക്കുന്നത്. നമ്മളെ ചെൽസിയിൽ കളിച്ച ഡേവിഡ് ലൂയിസ് ഇപ്പോൾ ലാസ്റ്റ് സീസൺ അവിടെ സൈൻ ചെയ്ത്. ഈ സീസണിൽ ചെൽസിനോടെ മാച്ചുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ. അപ്പോൾ ഡേവിഡ് ലൂയിസിന് ഒരു കംബാക്ക്, ചെൽസിയിലേക്ക് തിരിച്ചൊരു പോക്ക്. അഞ്ഞ് ഹോം മാച്ചാണ് അവേ മാച്ചാണെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഈ ഗ്ലിംറ്റ്, ഇതൊരു നോർവേയൻ ടീമാണ് ഈ ഗ്ലിംറ്റ് എന്ന് പറയുന്നത്. ആ ടീം 1972 ഡിസ്ക്രിമിനേഷൻ കാരണം കളിപ്പിച്ചില്ല അവരെ ലീഗിൽ. എന്ത് ഡിസ്ക്രിമിനേഷൻ ആണെന്ന് എനിക്കറിയില്ല. 1972 ലീഗ് 1 ഒരെ കളിപ്പിച്ചില്ല. ഐ മീൻ ഒരെ ഫസ്റ്റ് ടയർ 1 കളിപ്പിക്കാതെ ടയർ 2 കളിപ്പിച്ച്, എന്തോ പൊളിറ്റിക്കൽ റീസൺ ആയിട്ടാണ്. അതുപോലെ തന്നെ 2010 അങ്ങനെ എന്തോ ബാങ്ക്രപ്റ്റ് ആയ ഒരു ക്ലബ്ബാണിത്. അപ്പോൾ അത്രയും അവിടുന്ന് ഫൈറ്റ് ചെയ്തിട്ട് ചാമ്പ്യൻസ് ലീഗ് പോലെ ഇപ്പോൾ ഫോർമാറ്റ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പുതിയ ഫോർമാറ്റിന്റെ ഗുണമാട്ടോ. നമ്മൾ എത്ര അതിനെപ്പറ്റി കുറ്റം പറഞ്ഞാലും ഈ ടീമിന്റെ വലിപ്പം കൂടാണല്ലോ, 32 36. അപ്പൊ അത്രയും ടീംസിന് അവിടെ പിന്നെയും ചാൻസസ് ആയി. 4 ടീമിനും കൂടെ അതിലേക്ക് വന്ന ടീം, അതാ പറയാം നോർവേയൻ ടീം. ഒന്നാമത് നമ്മളൊക്കെ അത് ആദ്യമായിട്ടായിരിക്കും കേൾക്കാനോ. ഗ്ലിംറ്റ്, കേട്ടിട്ടില്ല. ഈ റോയൽ യൂണിയൻ സെയിന്റ് ഗിലിയോസ് പറയാൻ തന്നെ പറ്റുന്നില്ല. ഇതിൽ ഈ 2 രാജ്യം, കസാഖിസ്ഥാൻ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കസാഖിസ്ഥാൻ കേട്ടിട്ടുണ്ട്, സിപ്രസും ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുന്നത്. നോർവേ കേട്ടിട്ടുണ്ട്, നോർവേയും ബെൽജിയം ഒക്കെ ഓക്കെ. അപ്പോൾ അത്രയും എന്താ പറയാ, ഈ ലീഗ് വൈഡ് ആയതുകൊണ്ട്, ലീഗിന്റെ പുതിയ ഫോർമാറ്റിന്റെ ഓപ്പർച്യൂണിറ്റി അതേ പറഞ്ഞ. അപ്പൊ അങ്ങനത്തെ ഒരു ക്ലബിന്, അപ്പൊ ഞാൻ പറഞ്ഞില്ല, അത്രയും വേഴ്സ്റ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ വേഴ്സ്റ്റ് പാസ്റ്റ് ഉള്ള ഒരു ഹിസ്റ്ററി എന്ന് പറയില്ല, വേഴ്സ്റ്റ് പാസ്റ്റ് ഉള്ള ക്ലബ്ബാണ് ഗ്ലിംറ്റ്. ആ ഒരു ഇത് കാരണം, പൊളിറ്റിക്സ് കാരണം കളിക്കാൻ പറ്റാതാവാ, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാങ്ക്രപ്റ്റ് ആവാന്നൊക്കെ തിരിച്ചു വരുന്ന നമുക്ക് നല്ല റിലേറ്റ് ചെയ്യാൻ പറ്റും ബാർസലോണക്ക്. കാരണം അത്രയും പല ആൾക്കാർ കളിയാക്കുന്ന സ്റ്റേഡിയം കല്യാണത്തിന് വരെ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇത്. കാരണം അത് എല്ലാ ടീമും ചെയ്യുന്നതാണ് ഈ റെന്റ് ഔട്ട് ചെയ്യാന്ന് പറയുന്നത്. അതേ ബാർസ ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് ഈ ഒരു സിറ്റുവേഷനിലാകുമ്പോൾ ട്രോള് വരും, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇവരൊക്കെ ഇടുന്ന ഈ goal.com അവരൊക്കെ ഇടുന്ന ട്രോളുകളുണ്ട്, ലപ്പോട്ടനൊക്കെ വെച്ചിട്ട് ട്രൗസർ വരെ കൂടി കൊടുത്തിട്ട് ഇതൊന്നും മാത്രമേ ഉള്ളൂ. അപ്പൊ ഓരോ റൂമേഴ്സ്, ഇപ്പൊ ഹാലൻഡിന്റെ ഒക്കെ റൂമേഴ്സ് വരുമ്പോ ഹാലൻഡിനെ സൈൻ ചെയ്യാൻ ക്ലബ് മൊത്തത്തിൽ വെക്കാൻ. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ബാർസലോണ എന്ന് പറയുന്ന ക്ലബിന്റെ വലിപ്പാട്ടാണ് കാണിക്കുന്നത്. കാരണം ഇത്രയും ബാങ്ക്രപ്റ്റ് അല്ലെങ്കിൽ ഇത്രയും ഒരു കടം, അല്ലെങ്കിൽ കടം എന്ന് പറയാൻ പറ്റില്ല, കാരണം കടമായിട്ട് ആർക്കും കൊടുക്കാനില്ല. പക്ഷെ ഈ ഒരു എന്താ പറയാ സാലറി ക്യാപ്പ് ഇഷ്യൂ, വേറെ പുതിയ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ പറ്റുന്നില്ല, പുതിയ പ്ലേയേഴ്സിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായിട്ടും ബാർസലോണ എന്ന് പറയുന്ന ക്ലബിന്റെ വലിപ്പം അതുള്ളതുകൊണ്ടാണ് TV റൈറ്റ്സ് വിറ്റിട്ടാണെങ്കിലും നെയിമിംഗ് റൈറ്റ്സ് വിറ്റ്. കാരണം പുറത്തൊരു സോഴ്സിന്റെ അടുത്ത് കടം വാങ്ങാൻ ബാർസ ഇതുവരെ പോയിട്ടില്ല. പല ക്ലബ്സും അങ്ങനെ ഉണ്ടല്ലോ. പല വലിയ വലിയ ക്ലബ്ബും ടീം നഷ്ടത്തിലാകുമ്പോൾ അടുത്ത ടീമിന്റെ അടുത്ത് നിന്ന് കടം വാങ്ങുക, അല്ലെങ്കിൽ അടുത്ത വേറെ എന്തെങ്കിലും സോഴ്സിൽ നിന്ന് കടം വാങ്ങുക. ഇത് ആ പരിപാടിയെ ചെയ്തിട്ടില്ല. കാരണം സ്പോട്ടിഫൈക്ക് നെയിമിംഗ് റൈറ്റ്സ് വിറ്റു.
ബാസിലിന്റെ സ്വന്തം നെയിമിംഗ് റൈറ്റ്സ് വിറ്റു. സ്പോട്ടിഫൈ ക്യാമ്നോയി അത് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ അത് ലാഭമാണ്. പിന്നെ അതുപോലെ തന്നെ TV റൈറ്റ്സ് ഇത്ര വർഷത്തേക്ക് ബാർസലോണന്റെ TV റൈറ്റ്സ് ബാസ വിറ്റ്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ക്ലബ്ബ് അത്രയും വലുതായതുകൊണ്ടാണ് അതൊക്കെ ചെയ്യാൻ പറ്റിയത്. അതെ, ആ ക്ലബിന്റെ വലിപ്പം അത്രയും ഇതായതുകൊണ്ടാണ്. അപ്പൊ അത് നമ്മള് പറഞ്ഞു വന്നെന്താ വെച്ചാൽ അപ്പൊ അങ്ങനത്തെ ക്ലബ്സിന് ഈ ഒന്നുമില്ലാത്തതിൽ വളർന്നു വന്ന ചെറിയ പ്ലെയർ, ബാർസലോണ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സ്റ്റാർസ് കളിക്കുന്ന ക്ലബ്ബാണ്. ഇപ്പൊ ഈ ടീമിന്റെ ഒരു പ്ലെയർ നോർവേയിൽ കളിക്കുന്ന ഹാലൻഡ് അല്ലാതെ വേറെ ആയിരിക്കും എനിക്ക് ഒഡഗാർഡ് നോർവേ. അപ്പൊ ആ ഈ 2 പ്ലേയേഴ്സ് അല്ലാതെ നമുക്ക് പ്ലേയേഴ്സിന് തന്നെ പറയാൻ പറ്റില്ല. അപ്പൊ അത്രയും ലോക്കൽ ലീഗിൽ കളിക്കുന്ന ആൾക്കാർക്ക് ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു. അതെ. അപ്പൊ ഞാൻ ഈ പ്രാവശ്യത്തെ ഇത് ഭയങ്കര എക്സൈറ്റഡ് ആവാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാലത്തിന് ശേഷം ബാർസ ഒരു ചാമ്പ്യൻസ് ലീഗ് അടിക്കുമോ എന്നുള്ള ഒരാഗ്രഹമുണ്ട്. 10 വർഷം കഴിഞ്ഞ് അതാ പറഞ്ഞേ. അപ്പോൾ പൊതുവെ ആളുകൾ കളിയാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മളെ ബാർസനെ കൂടുതലായി കളിയാക്കുന്ന ചാമ്പ്യൻസ് ലീഗിൽ ഇല്ല എന്നുള്ളൊരു സംഭവം തന്നെ. എൻ്റെ അതിൽ നെയ്മറൊക്കെ പോയതിനു ശേഷം പിന്നെ ഒരു പ്രതാപം കണ്ടിട്ടില്ല ചാമ്പ്യൻസ് ലീഗിൽ. പിന്നെ കഴിഞ്ഞ സീസണാണ് കുറച്ചും കൂടെ അടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് കാണാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ആൻസി ഫ്ലിക്കില്. കാരണം കഴിഞ്ഞ സീസണിൽ ആൻസി ഫ്ലിക്ക് തന്നൊരു വിശ്വാസം അത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, പിന്നെ പ്രീമിയർ ലീഗിൽ നിന്നാണെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് 6 ടീംസ് സെറ്റ് ഉണ്ട്. ചെൽസി, ന്യൂകാസിൽ, ലിവർപൂൾ, സിറ്റി, ആർസണൽ, ടോട്ടനാം. ടോട്ടനാമിന്റെ കേസ് പറയാൻ പറ്റില്ല. അതെ. പിന്നെ ഏതെങ്കിലും ഒക്കെ 2-3 ടീം അണ്ടർഡോഗ്സ് ആയിട്ട് ഡാർക്ക് ഹോഴ്സസ് ആയിട്ട് കയറി വരും. എന്തായാലും നപ്പോളി ഒരു ചാൻസ് കാണുന്നുണ്ട്. നപ്പോളിയിൽ ഇപ്പൊ ഡുബ്രൈൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയാത്തൊരു പേരുണ്ട്. ഇപ്പൊ രണ്ടാളും നമ്മൾ ഇത്രയും സംസാരിച്ചാലും നമ്മൾ ആ ടീമിലെ പേര് പറഞ്ഞില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനലിസ്റ്റാണ് ഇന്റർ മിലാൻ. ഞാൻ പറയാത്തതിൻ്റെ ഒരു സ്പെസിഫിക് റീസൺ ഉണ്ട്. ഒന്ന്, അവരുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടാണ് ഒരു മാനേജറിന് വലിയ റോൾ ഉണ്ടായിരുന്നു ഒരു അവിടെ എത്താനുള്ള കാര്യത്തിൽ. പിന്നെ അതേപോലെ തന്നെ വല കാക്കുന്ന ഡോണറുമക്കും വലിയ റോൾ. ഡോണറുമ പോയി സിറ്റിയിലെത്തി. എന്താ ഡോണറുമ ചെയ്യാന്നുള്ളത് കഴിഞ്ഞ യുണൈറ്റഡിൻ്റെ കളിയിൽ നമ്മൾ കണ്ട്. എംപ്രൂവ്മെൻ്റ് ഒരു കിഡിലൻ ഷോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്ര ഫസ്റ്റ് ടൈം അടിക്കാതെ അത് അമ്മാര് ഷോട്ടാണ്, അടിപൊളി സേവ്. അപ്പോൾ ഡോണറുമോ ഓൾറെഡി വെൽ പ്രൂവൺഡ് ആയിട്ടുള്ള ഗോൾകീപ്പർ. ഡോണറുമോ പോയി. മേജർ സൈനിങ്സ് എന്ന് പറയാൻ മാത്രം സൈനിങ്സ് ഒന്നും അവർ നടത്തിയിട്ടില്ല. അതങ്ങനെ നടത്തലും ഇല്ല. അങ്ങനത്തെ ക്ലബ്ബല്ലല്ലോ. എപ്പോഴും സൈനിങ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ സ്റ്റാർസിനെ എടുക്കുന്ന ക്ലബ്ബല്ലല്ലോ. അപ്പോൾ എനിക്ക് സ്റ്റാർട്ട് ആയതുകൊണ്ട് പറഞ്ഞില്ല, നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും ഐ ഡോണ്ട് ബിലീവ് ഇന്റർ പൊട്ടൻഷ്യൽ ഉണ്ട് എത്താനുള്ള. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 24 മുന്നോട്ടേക്ക് വരില്ല എന്നാണ് എൻ്റെ ഒരു ഇന്റർ. ചിലപ്പോൾ മാറ്റേണ്ടി വരും എൻ്റെ വാക്കുകൾ വെച്ചാൽ ഞാൻ പറയാം. അതിനോടാണ് ഇന്ററിനെ പറ്റി ഞാൻ തീരെ ചർച്ചയിൽ വരാഞ്ഞ്. ഇന്ററിൻ്റെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഒന്നും. കഴിഞ്ഞ സീസണ് അത് ആക്ച്വലി ഇന്ററിന്റെ അടുത്തൊന്നല്ല, ശരിക്കും ആ ലീഗിൽ നിന്നും ആരും ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ആ ലീഗിൽ കളിക്കുന്നപ്പോൾ ടോപ്പ് ടീം ഇന്റർ, യുവന്റസ്, AC മിലാന് അങ്ങനത്തെ ടീംസിൻ്റെ അടുത്തൊന്നും ആരും ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം ഒന്നാമത് AC മിലാനൊക്കെ കഴിഞ്ഞു, ഓൾറെഡി ഡൺ ക്ലബ്ബാണ്. അപ്പോൾ ഈവൻ ബാർസലോണന്റെ ഈ ഒരു സിറ്റുവേഷനിൽ ആൾക്കാർ വരുന്ന നെക്സ്റ്റ് AC മിലാൻ എന്നാണ് പറയുക. അപ്പോൾ AC മിലാൻ ആക്ച്വലി ഒരു എക്സാമ്പിളാണ്. അതായത് ഒരു ക്ലബ്ബ് എങ്ങനെയൊക്കെ ആവരുത് എന്നുള്ളതിന് വലിയൊരു എക്സാമ്പിളാണ്. കാരണം അത്രയും ഹൈ ചാമ്പ്യൻസ് ലീഗ് അത്രയും കോമ്പറ്റീഷൻ കൊടുത്തൊരു ടീമാണ്, ലീഗിൽ അത്രയും ഡോമിനേറ്റ് ചെയ്തൊരു ടീമാണ്, അത്ര ലെജൻസ് പറഞ്ഞാൽ അത്ര ഫുട്ബോളിൻ്റെ ഒരു 10 ലെജൻസിൻ്റെ പേര് പറഞ്ഞാൽ ഒരു 3-4 ആൾക്കാർ കളിച്ച ക്ലബ്ബാണ്. അപ്പോൾ അത്രയും ടോപ്പ് ക്ലബ്ബ് ഇപ്പോൾ ഇവിടെ അല്ലാത്തൊരു എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് നമ്മൾ ഫസ്റ്റ് ഇടുന്ന ജേഴ്സി ഓർമ്മ ഉണ്ടാവില്ല. എനിക്ക് ഫസ്റ്റ് ഉമ്മൻ്റെ ബ്രദർ ഗൾഫിൽ നിന്ന് വന്നിട്ട് കൊണ്ടുവരുന്ന ജേഴ്സി AC മിലാൻ്റെ ജേഴ്സിയാണ്. ഞാൻ ഫസ്റ്റ് ഇടുന്ന ജേഴ്സി AC മിലാൻ്റെ ജേഴ്സി. അപ്പോൾ അന്നത്തെ ക്ലബ്ബ് അന്ന് യുവന്റസിൻ്റെ ജേഴ്സി. അപ്പോൾ അന്ന് അത്രയും ടോപ്പ്. പിന്നെ യുവന്റസ് അതായത് റൊണാൾഡോ വന്നപ്പോഴാണ്. അപ്പോൾ അത്രയും ടോപ്പ് ക്ലബ്സ് ആയിരുന്നു. അപ്പോൾ അതൊന്നും ഇപ്പം ഇല്ല. AC മിലാനൊന്നും ഇപ്പം ആർക്കും അറിയാതെ എവിടെ വരെ പോകുന്നുള്ള. പിന്നെ ഇപ്പൊ മോഡ്രിച്ച് ഉണ്ട്. അപ്പോൾ ആ ചേഞ്ച് എന്താന്നുള്ള കണ്ടറിയാം. മോഡ്രിച്ച് അവിടെ തന്നെ തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നണേ പോഗ്ബ മൊണാക്കോ അല്ലേ, പോഗ്ബ അൻസു ഫാറ്റി ആണോ? അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കളിയും കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം യുവന്റസിൽ നിന്ന് കുറെ ഇടങ്ങാറായിട്ടാണ് ആള് പോയത്. അപ്പൊ അതൊരു രസം ഉണ്ടാവും. അങ്ങനെ കുറെ കംബാക്ക്. പിന്നെ സിറ്റി നപ്പോളി കളികളുണ്ട്. ഡുബ്രൈനെ ബാക്ക് എന്ന് പറയണ്ട, പോയിട്ട് ഒരു വർഷം പോലെ ആവുന്നു. ഡുബ്രൈനെ ഞാൻ കുറച്ച് റീൽസ് മറ്റേ ഇൻസ്റ്റാഗ്രാംസൊക്കെ ഉണ്ട്. ഇറ്റ്സ് ടൈം ഫോർ ഹിം ടു റിട്ടയർ എന്ന് പറഞ്ഞിട്ട് കുറെ അങ്ങനെ ഉണ്ട്. പക്ഷെ അങ്ങനെ റിട്ടയർ ആയുള്ള പ്രായം എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം കളിക്കുന്നത് അത്രയും ടോപ്പ് ടീമിലല്ല. നപ്പോളി പോലത്തെ ടീമിലൊക്കെ ഓക്കെ ആണ് ഈ ഏജിൽ കളിക്കുന്നത്. ഗെയിം കണ്ടിട്ടെ പക്ഷെ ഒന്നാമത് മാത്രം കാണിച്ചിട്ട് അങ്ങനെ പറയുന്നത് അല്ല. ഡിബ്രൂയിനെ മാത്രം നമ്മള് ബ്ലെയിം ചെയ്യുന്ന കാര്യമില്ല. കാരണം കഴിഞ്ഞ വർഷം സിറ്റി മൊത്തത്തില് ഇല്ല, സിറ്റി ആരും ഇല്ല. ഈവൻ അതിന്റെ മുന്നത്തെ സീസൺ ഹാലൻഡ് ഒക്കെ ടോപ്പ് ഫയറിലാണ്. ഹാലൻഡ് ഒന്നാമതില്ല, ഹാലൻഡിന്റെ പ്ലേസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഹാലൻഡ് 0. അത് ഓൾറെഡി എത്തിച്ചു കൊടുക്കാൻ പറ്റും.
അപ്പോൾ ടീം മൊത്തത്തിൽ ഡൗൺ ആണ്. അപ്പോൾ പെപ്പിന്റെ കേസ് ആണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഡിബ്രൂന അതിനകത്തൊരു ഭാഗമായി. പിന്നെ ഡിബ്രൂന ഏജ് ആയതുകൊണ്ട് ഡിബ്രൂന ടീം മാറി. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് ബെസ്റ്റ് ഡിസിഷൻ ആണ്. നല്ലൊരു ടീമിലൊക്കെയാണ് പോയത്. നെപ്പോളി ടീമിനും ഗുണമാവും. നെപ്പോളി പോലത്തെ ഒരു ടീമിനും ഡിബ്രൂന വരുന്നോണ്ട് ഗുണം മാത്രമേ ഉണ്ടാവും. പിന്നെ ടോപ്പ് 8 എത്തുന്നോണ്ട് ഒരു അപ്പൊ ലാസ്റ്റ് സീസൺ ഫസ്റ്റ് പ്ലേസ് ലിവർപൂൾ, സെക്കൻഡ് പ്ലേസ് ബാർസ ആണ്. ആ ടീമൊന്നും ഇവിടെ എത്തില്ല. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അഡ്വാൻറ്റേജ് കിട്ടാന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനിങ്ങനെ കുറച്ച് നോക്കിയാൽ നമുക്ക് ടോപ്പ് 8 എത്താനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 16 പോയിന്റ്സ് മോറിലുള്ള ടീംസൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ടോപ്പ് 8 എത്തിക്കുന്നു. പക്ഷേ ഈ പ്രാവശ്യം കുറച്ചും കൂടെ ടഫാവും. പ്രാവശ്യത്തെ ടീംസ് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് ബെറ്റർ ടീംസാണ്. കഴിഞ്ഞ സീസണിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രീമിയർ ലീഗിൽ നിന്നൊക്കെ. കാരണം ടോട്ടനാമിനൊക്കെ പറയാൻ പറ്റില്ല. കാരണം ഒരിക്കൽ കോച്ച് പുതിയതാണ്, പ്ലെയേഴ്സ് ആയിട്ട് സിങ്ക് ആവണം, ഇതൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ പ്രഡിക്ഷൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീം ഏതാണ്, നിങ്ങളുടെ ടീം നിങ്ങൾ എവിടെ വരെ പോകുന്നു, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഏത് ലെവലിലേക്ക് എത്തും എന്നുള്ള നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് പറയാം, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏതൊക്കെ ടീം എവിടെ എത്തും ആ പ്രഡിക്ഷനും പറയാം. ആരൊക്കെ ചാമ്പ്യൻസ് വേണമെങ്കിൽ 1 2 3 4 അങ്ങനെ കിട്ടിയിട്ട് പോസ്റ്റിന് ഇങ്ങനെ കാണുമ്പോൾ പോസ്റ്റിന് എല്ലാവരും അല്ല, ചില സമയത്ത് നമുക്ക് ആ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ ചില സമയത്ത് അങ്ങനെ കമൻറ്റ് ചെയ്യും ഒരു ഓർഡറൊക്കെ. അതൊരു രസമാണ്, കുറച്ച് ഇൻട്രാക്റ്റീവ് ആവാന്നുള്ളൊരു ഉദ്ദേശത്തിൽ. എന്തായാലും ഫുട്ബോളിലെ വീഡിയോസ് എന്തായാലും നമ്മൾ കുറച്ച് ഇങ്ങനെ ഇൻ്റർവെല്ലിൽ ഇങ്ങനെ ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്തായാലും. അപ്പോൾ എന്തായാലും ഇനിയും ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രഡിക്ഷൻസ് തന്നെ ചിലപ്പോൾ നെക്സ്റ്റ് സ്റ്റേജിൽ ചിലപ്പോൾ മാറ്റാം. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ അങ്ങനെ ഒരു ഏർലി സ്റ്റേജാ, അങ്ങനെ ഒരു ടീമിനെ പ്രഡിക്റ്റ് ചെയ്യാനുള്ള സ്റ്റേജ് അല്ല. അതെ. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. നിങ്ങൾ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള ഗെയിം ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ടീം ഏതാണ്, അല്ലെങ്കിൽ ഫൈനൽ എത്താൻ സാധ്യത നിങ്ങൾ കാണുന്നത്. അപ്പം ഞാനും ഈസാൻ രണ്ടാളും നമ്മളെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവിലാണ് പറയണേ. അപ്പോൾ അതിനോണ്ടാണ് രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ നീ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്കും ഒരു ചിന്ത ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഷെയർ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി എന്തെങ്കിലും ടോപ്പിക് സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഇനിയിപ്പോൾ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടോ, പേഴ്സണലി പരിചയമുള്ള ആൾക്കാരുണ്ടോ, അപ്പോൾ പേഴ്സണലി മെസ്സേജ് അയച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.